അതിടക്ക് കുടിക്കുന്നത്. നമ്മള് കൊറേ ആയില്ല ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. കോൺവെർസേഷൻ നടക്കുന്നുണ്ട്, നമ്മള് മൂന്നാളിങ്ങനെ ഇരുന്നില്ല. കോൺവെർസേഷൻ അതായത് എനിക്ക് കൊണ്ട് 5 എപ്പിസോഡായിട്ടായി നമ്മള് അടുപ്പിച്ച് കോൺവെർസേഷൻ. സീരീസ് തുടങ്ങും ചെയ്ത് യാത്രൻ്റെ ആണ് ലാസ്റ്റ് ചെയ്തത് നമ്മൾ മൂന്നാളും. അതെന്ന് ചെയ്തതോ 2 മാസത്തിനടുത്തായി ഉണ്ടാവില്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ പേര് ഇതിലിട്ടീന്ന് കമൻസ് ഒക്കെ ഇങ്ങനെ യൂട്യൂബിൽ വായിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ കാണാൻ നിങ്ങൾ കോൺവെർസേഷൻ കുഴപ്പമില്ല, നിങ്ങൾ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ കാര്യമൊന്നുമില്ല. പക്ഷേ എനിക്കാണ് ഈ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കണം നന്നാവും ഇങ്ങനെ തോന്നുക, നമുക്കൊരു കൂടുതൽ പഠിക്കാനൊരു രസത്തിലൊക്കെ. ഞാൻ ഇന്നത്തെ എപ്പിസോഡ് എന്താ ഇങ്ങനെ വെറുതെ ഓരോരുത്തർ ഇരിക്കുമ്പോൾ അടുത്ത പോഡ്കാസ്റ്റ് എന്താ അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ കാപ്പിയെ കുറിച്ചാണ് പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കാപ്പിനെ കുറിച്ചൊക്കെ പോഡ്കാസ്റ്റ് ചെയ്യാൻ മാത്രം ഉണ്ടോ അങ്ങനെ ചോദ്യം. അപ്പം എനിക്കും ഈ ടോപ്പിക്ക് സജസ്റ്റ് ചെയ്ത സമയത്തും എനിക്ക് ഇട്ടുണ്ടായിരുന്നു കോഫിനെ കുറിച്ചൊക്കെ ഇപ്പം എന്താ ഇത്ര നേരം പറയാനൊക്കെ ഉണ്ടാവോ. പക്ഷെ അത് ഈ അയച്ചുന്ന സാധനങ്ങൾ നോക്കാനും പിന്നെ ഓരോന്ന് റെഫർ ചെയ്യാനും ഓരോരുത്തരെ മീറ്റ് ചെയ്യാനും സംസാരിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ചരിത്രം മുതൽ അത്രയും കഥകൾ നിറഞ്ഞൊരു സാധനം. എനിക്ക് ഓർമ്മയുണ്ട് കഴിഞ്ഞ സെമ്മിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഞങ്ങളെ ക്ലാസ്സിനേക്കാളും ഞങ്ങൾ ചെയ്തൊരു പരിപാടി കോഫി കുടിക്കാൻ. എല്ലാ ദിവസവും 5 മണിയാകുമ്പോൾ കൃത്യമായിട്ടൊരു കോൾ വരും, കോഫി കുടിക്കാൻ. അത് പ്രത്യേകിച്ചൊരു എന്താ പറയുക കാരണമൊന്നുമില്ല, വൈകുന്നേരം ആകുമ്പോൾ കോഫി കുടിക്കാൻ പോകും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ദിവസം നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പറഞ്ഞ ഓർമ്മയുണ്ട്, വിഷയം എടുക്കാമെന്ന് പറഞ്ഞ് അതിനപ്പുറം ഞാൻ അങ്ങനോട് പറയും കണ്ടുപിടിക്കുകയാണെങ്കിൽ കോഫിനെ പോലത്തെ എന്തെങ്കിലും കണ്ടുപിടിക്കണം. ജീവിതത്തിൽ ഇൻവെൻഷൻ എന്നൊക്കെ പറയുന്ന പോലെ കോഫി പോലത്തെ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനം, ഒരാൾക്കും ഒഴിവാക്കാൻ പറ്റാതെ ജീവിതത്തിൽ എന്നും രാവിലെ കോഫി ആണല്ലോ, അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട് ബെഡ് കോഫി. അപ്പോൾ കോഫി പോലത്തെ എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ മുതലാവുന്ന ഞങ്ങൾ അവനോട് പറയലുണ്ട്, തമാശക്ക് അറിയും. അപ്പോൾ 3 മാസം കഴിഞ്ഞു പോകും എപ്പിസോഡ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിൻ്റെ ഫുള്ള് എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടുപിടുത്തം എന്ന് പറയപ്പെടുന്നതിനെ വെച്ചിട്ട് തന്നെ കുറേ കഥകളുണ്ട്. പിന്നെ അത് എന്താ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ കോഫിയാണല്ലോ, കോൾഡ് കോഫി 500 കൊല്ലം മുമ്പ് നമ്മളിത് മക്കേന്നാണ് കുടിക്കുന്നെങ്കിൽ നമ്മളെ ജയിലിലിടും, നമ്മളെ ചാട്ടവാറ കൊണ്ട് അടിക്കും, നമ്മളെ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കും, അങ്ങനത്തെ അവസ്ഥ വരും. അപ്പോൾ കോഫി കുടിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവേ. അപ്പോൾ ഇതിൻ്റെ ഓരോ കഥകൾ നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ സമയം മുതൽ, അതായത് ഏകദേശം എത്ര ഈ 15-ാം നൂറ്റാണ്ട് ആ സമയം, അതിൻ്റെ മുമ്പായിട്ട് തന്നെ അന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് അത് കൊളോണിയലിസം വരുന്നുണ്ട്, അതിൽ സ്ലേവ് ട്രേഡ് വരുന്നുണ്ട്, അതിൽ രാജ്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ വരുന്നുണ്ട്, കുറേ കഥകളുണ്ട്. പിന്നെ മക്കയിൽ ഇതിൻ്റെ ഡിബേറ്റുകൾ വരുന്നുണ്ട്, ഇതിനെ ഹലാലാക്കുന്നു ഹറാമാക്കുന്നു. അപ്പം അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇത് തുടങ്ങുന്ന തന്നെ അങ്ങനെ കുറേ കഥ. ഞാൻ ഇപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ ഒരു കഥ വന്ന് ഒരു എത്യോപ്യയിലാണ്. ഒരു അഭിപ്രായം ഇതാണ്, അതായത് കോഫി കണ്ടുപിടിക്കുന്നത് അതായത് ആദ്യമായിട്ട് പറയപ്പെടുന്നത് എത്യോപ്യയിലാണ്. ഒരു ഖാലിദി എന്ന് പറഞ്ഞിട്ട് ഒരു ആട്ടിടയൻ ഒരു ദിവസം ഇങ്ങനെ ആടിനെ മേച്ചെടുക്കുമ്പോൾ ആടുകളൊക്കെ ഇങ്ങനെ ഡാൻസ് കളിക്കാം. അത് ഭയങ്കര ആവേശത്തിലൊക്കെ. അപ്പോൾ എന്താ സംഭവം നോക്കുമ്പോൾ ഒരു ചെറിയ ബെറി കഴിക്കുന്നുണ്ട്. അവിടെ സാധാ പോലെ ഉണ്ടായതാണ്. മൂപ്പര് അത് കഴിച്ചു നോക്കുമ്പോഴാണ് മൂപ്പർക്കും ഭയങ്കര ഉന്മേഷം കിട്ടുക, ഭയങ്കര ആവേശം കിട്ടുക. അങ്ങനെയാണ് ആളുകൾ എന്താ കോഫി യൂസ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ ഒരു തുടക്ക കഥ പോലെ ഇങ്ങനെ വരും. ചില കഥകളല്ല, ചില ജനറേഷനിൽ ഇങ്ങനെ പറയും, ആൾക്കാർ കൂടുതലും ഇങ്ങനെ കഥകൾ ചേർത്ത് പോകുമല്ലോ. ചില ആൾക്കാർ പറയും ഇത് ജിബ്രീൽ ആകാശത്ത് നിന്ന് ഇറക്കിയതാണ്, അങ്ങനെ പറയുന്നവരുണ്ട്. കോഫി ആകാശത്ത് നിന്ന് ജിബ്രീൽ ഇറക്കിയതാണ്, അത്രത്തോളം പറയുന്ന കഥകളുണ്ട്. ഞാനൊരു വേറെ നറേഷൻ വെച്ചാൽ യമനിലൊരു സൂഫി, അയാൾ എന്താക്കും നാട്ടിൽ നിന്ന് പുറത്താക്കും, എന്തോ ചെയ്തതിന് നാട്ടിൽ നിന്ന് പുറത്താക്കും. അപ്പം അങ്ങനെ അയാൾ ഗുഹയിൽ ഇങ്ങനെ എപ്പം ധ്യാനത്തിലിരിക്കുക. അപ്പം അങ്ങനെ അയാൾക്ക് തിന്നാന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പഴങ്ങളാണ്. അപ്പം അങ്ങനെ ഒരിക്കലും ഇതേപോലെ കോഫീൻ്റെ ബീനുണ്ടല്ലോ അത് തിന്നും. അപ്പോൾ അയാൾക്ക് ഭയങ്കര ഉന്മേഷവും. അപ്പോൾ ഡെയിലി ഇയാൾ ഇതാണ് തിന്നുക. അപ്പം ദിവസങ്ങളോളം വിശപ്പൊന്നുമില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം അങ്ങനെ ഈ നാട്ടുകാർ ഇതറിയും, പുറത്താക്കിയ നാട്ടുകാർ. അപ്പം അങ്ങനെ ഇവരെന്താ അയാളെ തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് എന്താണ് ഇത് സംഭവം എന്നൊക്കെ അങ്ങനെയാണ് ആ ബീൻ അവിടെ ചുട്ടിട്ട് പൊടിച്ചിട്ടൊക്കെ ഇവർ വെള്ളമായിട്ട് കുടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് സ്മെല്ല്. അതായത് ഇത് ആൾക്കാർ എന്നു മുതൽ ഉപയോഗിച്ച് തുടങ്ങിയ എന്നുള്ളതിൽ മാത്രമേ ചരിത്രരേഖകളുള്ളൂ ഈ കഥകളൊക്കെ ഉള്ളത്. പക്ഷെ ഇത് എന്നു മുതൽ എവിടെ ഉണ്ടായത്, ആദ്യം ഉണ്ടായത്, അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല. അതിലും കുറേ കഥകൾ നമുക്ക് കാണാൻ പറ്റും. ഇതന്നെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ റൊമാൻറ്റിസൈസിങ് എന്നൊക്കെ പറഞ്ഞാൽ ജിബ്രീൽ ഇറക്കിയതാണ്. കാരണം ഒരു സമയമായപ്പോൾ ആളുകളുടെ ലൈഫിൽ അത്രയും വലിയ പാട്ടായിട്ട് ഇത് മാറി. അപ്പോൾ നമ്മൾ ഈ കുടിക്കുന്ന ഗോൾഡ് ഇപ്പോൾ ഐദുറൂസ് പറഞ്ഞിട്ട്
ഒരു പണ്ഡിതൻ്റെ പണ്ഡിതൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എന്നോട്, അതായത് ഈ കോൾഡ് കോഫി, മൂപ്പർക്ക് കോൾഡ് കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കോൾഡ് കോഫി മാത്രമേ കുടിക്കുള്ളൂ. മൂപ്പര് പറയുന്നുണ്ട്, ശിഷ്യനോട് പറയുന്നുണ്ട്, എന്താണ്, അന്നൽ കഹുവൽ ബാരിദ തത്രുദു ഷയാത്തീനൽ മാരിദ. അത് എന്താ, ഷെയ്ത്താനുകൾ എന്താ, കോൾഡ് കോഫി കുടിച്ചാൽ ഷെയ്ത്താനിൽ നിന്ന് അകലാൻ കഴിയുന്നൊക്കെ മൂപ്പര് പറയുന്നുണ്ട്. ഈ ഒരുപാട് പേരുകൾ ഉണ്ടല്ലോ ഈ കോഫിക്ക് തന്നെ. ഇപ്പോൾ ഷെയ്ത്താൻ ഡ്രിങ്ക് എന്ന് പറഞ്ഞാല് ഒരു പേരാ. അതേപോലെ ഹബ്ബത്ത് മുഹമ്മദ് ഡെവിൽസ് ഡ്രിങ്ക് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഹബ്ബത്ത് മുഹമ്മദൻ ബെറി, ഇതൊരു കോമൺ സാധാരണ ഈ മുസ്ലിങ്ങളുടെ ഡ്രിങ്ക് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മുഹമ്മദൻ ബെറി എന്ന് പറയുന്നുണ്ട്. അതേപോലെ വേറൊരു സാധനം അറബിക്, അതെന്താ പറയുക, അതിൻ്റെ ഒരു സാധനം ഞാൻ അങ്ങനെ ഇതിൻ്റെ വേർഡ് എങ്ങനെ വന്നതെന്ന് നമ്മൾ സാധാരണ അന്വേഷിക്കും. കഹുവ, ഈ കഹുവ എന്നുള്ള വേർഡ് സാധാരണ കോഫി ആയത് കഹുവയെന്നാണെന്ന് സാധാരണ പറയലുണ്ട്. കഹുവയെന്ന് കഹുവയായി, കാഫിയായി, കാഫിയായി, കോഫി, അങ്ങനെ പറയുന്നൊരു കഥ ഉണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് കഹുവ ആദ്യ അറബിയിലുണ്ട്. ഇപ്പോൾ ജാഹിലി കവിതകളിൽ 1400 വർഷം മുമ്പ് ആഷ എന്ന് പറയുന്ന പ്രബലമായിട്ടുള്ളൊരു കവിയുണ്ട്. മൂപ്പര കവിതയിൽ കഹുവ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് കോഫി ഇല്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ലിസാനുൽ അറബ് പോലെയുള്ള വളരെ ഫേമസ് ആയ ഡിക്ഷണറികൾ തപ്പിയാലും അതിൽ കഹുവ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഹംറാണ്, കള്ളിനാണ്. അപ്പോൾ മറ്റേ സയ്യിദ് കമാലി പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് കഹുവ അത് ഹംറാണ്. അപ്പോൾ അന്ന് അർത്ഥം വെക്കുക ഹംറ് എന്നാണ്. ഹംറിനുള്ള വാക്കായിട്ടാണ് കഹുവ ഉപയോഗിച്ചത്. പിന്നെയാണ് ഇത് കണ്ടുപിടിക്കപ്പെടുക, അത് ബ്രൂ ചെയ്യപ്പെടുക, അത് യൂസ് ചെയ്യപ്പെടുന്നതിന് ശേഷമാണ് ഇപ്പോഴാണ് മഷ്റൂബ് എന്ന് പറയുന്ന രീതിയിലേക്കായി മാറുന്നത്. അപ്പോൾ വൈന്, അന്നത്തെ വൈനാണ് കഹുവ. പിന്നെ കവിതകളിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ആൾക്കാർ കഹുവ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഇപ്പോൾ കഹുവ എന്നുള്ള വാക്കിന് വേറൊരു അർത്ഥമുണ്ട്. ഒന്നിനെ ഒരു ഫുഡ് വേണ്ടാതാക്കുന്നത്, അങ്ങനെ എന്തോ ഒരു അർത്ഥമുണ്ട്. ഇപ്പോൾ കഹുവ കുടിച്ചു കഴിഞ്ഞാൽ ഫുഡ് വേണ്ടാന്ന് തോന്നുന്നത്, അങ്ങനെ എന്തോ ഒരു സ്വഭാവത്തിൽ ആ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ കഹുവ എന്നുള്ള വാക്കിനുണ്ട്. അതിലാണ് പിന്നെ കോഫി ആകുന്നതെന്ന് നമ്മൾ പിന്നെ ഈ സാധാരണ വായിക്കുമ്പോൾ മനസ്സിലാവും. എനിക്കിത് ഞാൻ ഓണസ്റ്റ്ലി പറയാം, ഇത് പഠിക്കുന്നതിന് മുമ്പ് കോഫി എന്ന് പറഞ്ഞാൽ എനിക്ക് കോഫി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു മൊത്തം ഒരു യൂറോപ്യൻ സാധനം പോലെ എനിക്ക് ആദ്യം വന്നിരുന്നു. എനിക്കിതിനെ കുറിച്ച് തീരെ അറിയാത്തോണ്ടാണ്. കോഫി ഹൗസസ് അങ്ങനെയൊക്കെ പറഞ്ഞ ഇറ്റലി അങ്ങനെയൊക്കെയാണല്ലോ നമ്മളതിന്, കാപ്പിച്ചീനോ മോക്ക എന്നൊക്കെ പറഞ്ഞാണ്ട് ഓരോ സാധനം പറയുമ്പോ പിന്നെ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് ഇത് പ്യൂർലി ഇവിടുന്ന് പോയൊരു സാധനം, മുസ്ലിം. അതിനുശേഷം ഞാൻ പിന്നെ കോഫി കുടിക്കാൻ തുടങ്ങി. മോഹ എന്ന് പറഞ്ഞാല് അതേപോലെ യമനിലെ ഒരു പോർട്ടിന്റെ പേരാ. ഇത് എക്സ്പോർട്ട് ചെയ്യുന്ന പോർട്ടിന്റെ പേരാണ് പോലും മോക്ക. അങ്ങനെ അതാണ് അവിടെ നിന്നാണ് മോക്ക കോഫി ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കോഫി ബീനാണ് അറബിക്ക എന്നിട്ടുള്ളത്. അപ്പൊ അതെന്ന് വെച്ചാല് അറേബ്യയിൽ നിന്ന് പോയ സാധനങ്ങളാണ് അറബിക്ക എന്നുള്ള പേര്. അറബിക്ക ഉണ്ട്, പിന്നെ മറ്റെന്താ, പിന്നെ അങ്ങനെ 2-3 പേരുണ്ട്. കുറെ ഡിഫറെന്റ് ഏതായാലും ട്രോപ്പിക്കൽ റീജിയനിൽ മൊത്തം ഇത് പിന്നീട് ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് പല ടൈപ്പ് ഓഫ് ബീൻസും ഇതിൽ വരുന്നുണ്ട്. പിന്നെ എനിക്ക് ആ കഥ അങ്ങനെ നമ്മള് ഖാലിദിന്റെ കഥ പറഞ്ഞല്ലോ, അവിടുന്ന് ഇങ്ങനെ പിന്നെ എത്യോപ്യയിലാണ് ആ സാധനം നടക്കുന്നത്. പിന്നെ അവിടുന്ന് സ്വാഭാവികമായിട്ടും ഇസ്ലാമൊക്കെ വന്നതിന് ശേഷമാണ് എല്ലാവരും, എത്യോപ്യ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എത്തിയ സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ ഇവിടുന്നൊക്കെ മൈഗ്രേഷൻ നടക്കുന്നുണ്ടോ, പിൽഗ്രിമേജ് നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ യാത്രകൾ നടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്കുകൾ നടക്കുന്നുണ്ട്, ഹജ്ജ് ഉംറയും കാരണം. പിന്നെ എന്താ ഒരു സ്ഥലത്തൊരു സാധനം എത്തിക്കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് എവിടെ എത്തും, മക്കയിലെത്തും, മദീനയിലെത്തും, അവിടുന്ന് ബാക്കി അറബ് നാടുകളിലേക്കൊക്കെ അത് പരക്കും. പിന്നെ അതെത്തുന്നത് മക്കയ്ക്കും മദീനയ്ക്കുമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇതിനെ യൂസിലേക്ക് വരുത്തുന്നതെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചരിത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇതിനെ സൂഫികളാണ് പിന്നീട് അവരുടെ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നത്. അതായത് സൂഫികൾ രാത്രി, ആരെയെന്ന് സൂഫിൻ്റെ പേര് അലി ഇബ്നു ഉമർ ഷാദുലി, പലരും പലതും പറയുന്നുണ്ട്. അപ്പോൾ മൂപ്പര് അതെടുത്തിട്ട് രാത്രി കുടിക്കാനും കഴിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ എന്താണ് രാത്രി, അതായത് ബേസിക്കലി എന്താണ് കോഫി ചെയ്യുന്നത്, കോഫിയിൽ എന്താണ് കാഫീനാണ്. അപ്പോൾ കാഫീന് നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അഡിനോസിൻ പറഞ്ഞ, അതായത് നമ്മുടെ ഉറക്കത്തിനെ അത് ഇല്ലാതാക്കും, നമുക്ക് കൂടുതൽ എനർജി ഒരു സ്റ്റിമുലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇതാണ് ബേസിക്കലി കാഫീൻ നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ വർക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ പറയുന്നുണ്ട് 3-4 മണിക്ക് ശേഷം നിങ്ങൾ കോഫിയോ ചായ ഒന്നും കുടിക്കരുത് എന്ന് സാധാരണ പറയുന്നുണ്ട് നമ്മളെ സയൻറ്റിഫിക്കലി. അതായത് കാരണം എന്താ വെച്ചാൽ അതായത് 6 മണിക്കൂർ 7 മണിക്കൂർ കഴിഞ്ഞാലും കോഫി കുടിച്ചതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും, പകുതി എഫക്റ്റ് നമ്മുടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, 4 മണിക്ക് കുടിച്ചു കഴിഞ്ഞാൽ 10 മണിക്ക് നമ്മൾ കെടുക്കാൻ നേരവും അതിൻ്റെ കാഫീൻ്റെ പകുതിയോളം നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഏർലി ആക്കുക എന്നാണ് പറയുക. പിന്നെ അത് നമ്മുടെ
സ്ലീപ്പ് സൈക്കിളിനെ, അതിൻ്റെ സ്ലീപ്പ് സൈക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ പലതും, അതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ തന്നെ ഇരിക്കേണ്ടി വരും. അത് സ്ലോ വേവ്, ഡീപ്പ് സ്ലീപ്പ്, ഡ്രീം സ്ലീപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് കണ്ണിൻ്റെ ഇത് അളകുന്ന സ്ലീപ്പ്, അങ്ങനെ പല ഘട്ടങ്ങളുണ്ടല്ലോ സ്വപ്നം കാണുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഇത് ബാധിക്കും എന്ന് പറയുന്നുണ്ട്. ആകെ കോഫി കൊണ്ട് കുടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭവിഷ്യത്തായിട്ട് പറയുന്നത് ഒന്ന് അഡിക്ഷനും, പിന്നെ ഈ ഉറക്കത്തിന്, അതായത് വൈകി കുടിച്ചാൽ ഉറക്കത്തിന് ബാധിക്കാൻ, അത് പലർക്കും അനുസരിച്ചാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മെറ്റബോളിസം വേറെ ആയിരിക്കുമല്ലോ. ചിലവർക്ക് കാപ്പി കുടിച്ചാലും ഒന്നും കുടിച്ചാലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, ഒന്നും മാറ്റമൊന്നും വരില്ല. ചിലവർക്ക് ഭയങ്കര മാറ്റം വരാം. അങ്ങനെ കുറേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സൂഫികൾ എന്ത് ചെയ്തു, അവരുടെ ലൈഫിലേക്ക് ആദ്യം അഡോപ്റ്റ് ചെയ്ത്, അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇതിൻ്റെ മൊത്തം. അവിടെ നിന്ന് ഇങ്ങനെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതായത് ഇവർക്ക് ഭയങ്കര കാര്യമായി. അതായത് രാത്രി എത്ര നേരവും തസവൂഫിന് വേണ്ടിയിട്ട് ഇരിക്കാൻ കഴിയും, ഉറക്കം വരില്ല. ദിക്റും തസ്ബീഹും ആയിട്ട് എത്രയും ഇങ്ങനെ മുഴുകിയിരിക്കാൻ കഴിയും. എങ്ങനെയായാലും ക്ഷീണം ഭയങ്കര ഉന്മേഷത്തോട് കൂടിയിട്ട് ഇരിക്കാൻ കഴിയും. അപ്പോൾ ആളുകൾ എന്താണ്, സൂഫികളെ അടുത്തു നിന്നാണ് പിന്നെ ഇത് കാണുന്നത്. ഇത് പിന്നെ മക്കയിലെത്തുന്നുണ്ട്. ഈ സൂഫികൾ വഴിയാണെന്ന് തോന്നുന്നു മക്കയ്ക്ക്. സൂഫികളൊരു ഇതെന്ന് വെച്ചാൽ വലിയ മെയിനായിട്ട് ഈ ട്രാവൽ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോവുക. ഓരോ സ്ഥായ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് മെയിനായിട്ട് ഈ കോഫീൻ്റെ മെയിനായിട്ട് കാരിയേഴ്സ് എന്ന് പറയുന്നത് സൂഫികളാണ്. എന്നുവെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ ഇപ്പോൾ യമനിൽ നിന്ന് കൂടുതൽ സൂഫികളില്ല. അപ്പോൾ യമനിൽ ആളുകൾ എന്താക്കും, സൗദി പോവും, അല്ലെങ്കിൽ മക്കയിലേക്ക് പോകും, അല്ലെങ്കിൽ ഹിജാസ് മറ്റ് റീജിയനിലേക്ക് പോകും, ഇറാഖിൽ. അങ്ങനെയാണ് ഈ കോഫി ബീൻ്റെ ഒരു ആദ്യകാലത്തുള്ള സഞ്ചാരങ്ങൾ ഉണ്ടാകുന്നത്. അത് അവരുടെ ലൈഫിൻ്റെ പാർട്ടായി. അപ്പോൾ ഒരു രസമുണ്ട്. അതായത് കോഫി ബിദഅത്താന്ന് പറയുന്നുണ്ട് ചിലർ. കാരണം എന്താണെന്ന് വെച്ചാൽ സൂഫികളുടെ അത്രയും അവരുടെ രാത്രി അവരത് കുടിക്കും, അത് അവരുടെ ലൈഫിൻ്റെ പാർട്ടായി. അപ്പോൾ കോഫി ഈ മൊത്തം സൂഫിസത്തെ ഇങ്ങനെ ഒരു സെൻസിൽ നമ്മൾ മനസ്സിലാക്കുമല്ലോ. പക്കാ ബിദഅത്താണ്, തസൂഫിൻ്റെ വേറൊരു തല ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കോഫി കുടിക്കുന്ന ബിദഅത്താന്ന് പറയും. കാരണം അത്രയും അവരുടെ ഡെയിലി ലൈഫുമായിട്ട് അവരുടെ ജീവിതവുമായിട്ട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമായതുകൊണ്ട്. വിശ്വാസികളുടെ വീഞ്ഞ് അങ്ങനെയൊക്കെ കോഫിനെ ഇങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങി ആളുകൾ. പക്ഷേ സൂഫികളുടെ അടുത്ത് നിന്ന് അത് പെട്ടെന്ന് പൊതുജനങ്ങളിലേക്ക് അത് എത്താൻ തുടങ്ങി. അപ്പോൾ സാധാരണ ഒരു സാധനം എത്തിക്കഴിഞ്ഞാൽ, പുതിയൊരു സാധനം എത്തിക്കഴിഞ്ഞാൽ കൗതുകം ഉണ്ടാവും. പിന്നെ ആളുകൾക്ക് ഭയങ്കര ഉന്മേഷം കിട്ടുന്നത്, അങ്ങനെ ഭയങ്കര പോപ്പുലറായി. മക്കയിലെ ആ കഥ ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ ഈ മംലൂക്കുകളുടെ കാലഘട്ടത്തിലാണ് ഈ കോഫി മക്കയിൽ എത്തുന്നത്. അപ്പം അന്ന് ഖൈറുബഗ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഭരണാധികാരിയല്ല, അവിടുത്തെ മേൽനോട്ടക്കാരൻ, ഹറമിൻ്റെ ഒരു കാര്യസ്ഥനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട്. അപ്പോൾ അയാൾ ഈ ഇഷാ നമസ്കാരത്തിന് ശേഷം ഇങ്ങനെ ഹറമിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് കുറച്ച് ആളുകൾ ഇങ്ങനെ, അന്ന് ഈ ഇതും കൂടിയാണ്, മൗലീദൊക്കെ നടക്കുന്ന സമയം കൂടിയാണ്. ഈ നബിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രകീർത്തനങ്ങൾ, സദസ്സുകളൊക്കെ ചില ആളുകൾ നടത്തുന്ന സമയം കൂടിയാണ്. അപ്പോൾ കുറച്ച് ആളുകൾ അവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നുണ്ട് ഹറമിൽ. അപ്പോൾ ഇയാൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവരിങ്ങനെ എന്തോ ഒരു ഒളിപ്പിച്ച് വെക്കുന്നത് പോലെ ഇങ്ങനെ തോന്നി മൂപ്പർക്ക്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് എന്താണ് അതെന്ന് ചോദിക്കണം. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്തുള്ള ഈ സാധനം ഇങ്ങനെ കാണിച്ചിട്ട് ഇത് കോഫിയാണ്, കഹുവയാണ്, ഇങ്ങനൊരു സാധനമാണെന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അപ്പം തന്നെ ആ സ്പോട്ടിൽ തന്നെ ഇത് മനസ്സിലാക്കണത് പറഞ്ഞ പോലെ പെട്ടെന്നൊരു സാധനം കാണുമ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ദഹിക്കുന്നില്ല. അങ്ങനെ പിറ്റേന്ന് തന്നെ അയാൾ ചിലപ്പോൾ ഈ സെൻസിൽ അങ്ങനെ കഹുവ എന്നുള്ള പേര് വയ്ക്കും ചിലപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ പിറ്റേന്ന് തന്നെ ഇയാൾ എന്ത് ചെയ്യാണ്, ദീവാനിലേക്ക് ഷാഫി മദ്ഹബിൻ്റെ പണ്ഡിതന്മാരെ വിളിക്കുകയാണ്, ഹൻബലി മദ്ഹബിലെ പണ്ഡിതന്മാർ, മാലിക്കി പണ്ഡിതന്മാർ, അതേപോലെ ഹനഫി പണ്ഡിതന്മാർ എല്ലാവരെയും വിളിച്ചിട്ട് ഇതിന്റെ വിധി തീർപ്പാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു. അന്നൊരു ഫത്വക്ക് വേണ്ടിയിട്ട് സിസ്റ്റം, അതായത് അന്നത്തെ പ്രോമിനന്റ് ആയിട്ടുള്ള 4 മദ്ഹബിന്റെ സ്കോളേഴ്സിനെ വിളിക്കും. അവരൊരുമിച്ച് നിന്നിട്ടാണ് പിന്നെ ഫത്വ നടക്കുക. ആ ഫത്വയില് കോമഡി എന്താ വെച്ചാൽ ഈ ഫത്വ ഓൾറെഡി ഇയാൾ ഫിക്സ് ചെയ്ത് വെച്ചതാണെന്ന് പറയുന്നത്. ഖൈറുബക്ക് ആദ്യം തീരുമാനിച്ചിട്ട് ഇത് ഹറാമാക്കാനാണ് പ്ലാന്. എന്നിട്ട് അദ്ദേഹം തന്നെ പണ്ഡിതന്മാരിൽ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇത് ഹറാമല്ല എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇയാളെ വ്രാത്ത് എന്ന് പറഞ്ഞാൽ ഇയാളെ കോപം പേടിച്ചിട്ട് പറയാൻ തോന്നാതിരിക്കുകയാണ്. എന്നിട്ട് ഇയാൾ തന്നെ സാക്ഷികളായിട്ട് 2 ഡോക്ടർമാരെ കൊണ്ടുവരുന്നുണ്ട്. ആ ഡോക്ടർമാരെ വാദങ്ങളെ സാധാരണക്കാർ തള്ളാൻ ശ്രമിക്കുന്നുണ്ട്. ഡോക്ടർമാർ പറയുന്നത് തെറ്റാണെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇയാൾ ഫോഴ്സ്ഫുള്ളി ഇത് കുടിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് കള്ളിന്റെ അതേ എഫക്റ്റ് ഉണ്ടാക്കുന്ന. ഞാൻ ഈ കഥയൊക്കെ വായിക്കുന്നത് കോഫി ആൻഡ് കോഫി ഹൗസ് എന്ന് പറഞ്ഞ ബുക്കുന്ന. അപ്പൊ അതിൽ ഈ 4 കാരണങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഹറാമാക്കുകയാണെങ്കിൽ പോലും 4 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം ഇത് ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. രണ്ടാമത്തെ കാരണം ഇത് ബിദ്അത്താണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ഇത് ബിദ്അത്താണെന്നുള്ള കാരണം രണ്ടാമത്തത്. മൂന്നാമത്തത്
മക്ഹകൾ, അതായത് കോഫി ഹൗസുകൾ, കോഫി കുടിക്കുന്ന ഇടങ്ങൾ ഭരണാധികാരികൾക്കെതിരെ തിരിയാനുള്ള സ്ഥലങ്ങളാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വോയിസുകൾ പൊങ്ങാനുള്ള സാധ്യതകളുള്ള ഇടങ്ങളാണ്. ആളുകൾ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ പറയലുണ്ട് ഇൻ്റലക്ച്വൽസ് ആണ് കഫേകളിൽ ഇരുന്ന് സംസാരിക്കാൻ. ഇത് മൂന്നാമത്തെ കാരണം. ലാസ്റ്റത്തെ കാരണം അവിടെ പല രീതിയിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള പരിപാടികൾ, ഇപ്പോൾ സെക്സ് ട്രാഫിക്കിങ്, അതേപോലെയുള്ള ഗാംബ്ലിങ്, മെയിനായിട്ട് ഗാംബ്ലിങ്, അന്നത്തെ കാലഘട്ടത്തിലെ പരിപാടികളൊക്കെ. വെച്ചാൽ ആളുകൾ മടിയന്മാരാക്കുന്ന കൂടുതൽ സ്ഥലം എന്ന് പറഞ്ഞാൽ മക്ക അവിടെ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ പേഴ്സണൽ ഇപ്പോൾ ചില പണ്ഡിതന്മാരുടെ കൗലുകളുണ്ട്, ഈ മക്കഹകളിൽ ഇരിക്കുന്ന സമയം ആളുകൾക്ക്, ഈ സമയം ഉണ്ടല്ലോ, അത്രയും സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ഞാൻ ജീവിതത്തിൽ ചെയ്യായിരുന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. കാരണം ആ ഓരോ മൊമെൻറ്റിനും മിനിറ്റിനും പണ്ഡിതന്മാർ കൊടുക്കുന്ന വില അത്രയാണ്. അപ്പോൾ മക്കഹകളിൽ ഇരിക്കുന്ന സമയം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ സങ്കടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ അതാണ് 4 കാരണങ്ങൾ. ഈ കാരണങ്ങൾ കൊണ്ടാണ് ബേസിക്കലി ഇസ്ലാമിക ലോകത്ത് ഹറാമാക്കിയിട്ടുള്ളതെന്ന് പറയാറുള്ളത്. പക്ഷേ ഇതല്ലാതെ പേഴ്സണലി ഇത് പറഞ്ഞ പോലെ ഒരു സാധനത്തെ കാണുമ്പോഴുള്ള കൗതുകത്തിൽ ഹറാമാക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഹറാമിൻ്റെ ഒരു ലൈൻ അങ്ങനെ വരുന്നത്. അതല്ലാത്ത കഥകളും ഉണ്ട് കേട്ടോ. ഇത് ഈ പുസ്തകത്തിൽ പറഞ്ഞ കഥകൾ മാത്രമാണ്. ഹറാമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. എന്നുവെച്ചാൽ ഇത് എത്രയോ കൊല്ലങ്ങൾ, വർഷത്തോളം എന്താണ് ഹറാമാണ് ആളുകളുടെ ഇടയിൽ. പക്ഷേ അതേസമയം തന്നെ ഈ ഡിബേറ്റ് നടക്കുന്നത് ഹറാമ് ഡിബേറ്റ് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൂടുതൽ ആൾക്കാരെന്താ ഹറാം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ കയറോലെന്ന് തോന്നുന്നു. അതിലൊരു പ്രശ്നമുണ്ട്, ഞാൻ പറഞ്ഞ എന്നിട്ട് അപ്പൊ ആള് ഹലാൽ എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനുണ്ട്. അപ്പൊ ഹലാലാണെന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. അപ്പൊ അങ്ങനെ ഹറാമാന്ന് പറയുന്ന പണ്ഡിതന്മാർ കുറച്ച് ആൾക്കാരെ വീട്ടിലേക്ക് വിളിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫത്വകളും ഫിഖ് പരമായ ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവർ രാത്രിയാണ് വരുന്നത്. അപ്പം അങ്ങനെ ഇവരുടെ ചർച്ചകൾക്കിടയിൽ ഇവരെന്താക്കും ഇവരറിയാതെ ഇവർക്കൊരു ഡ്രിങ്ക് കൊണ്ടു കൊടുക്കും. അത് കോഫിയാണ്. അപ്പം ഇവരെന്താണ് പിന്നെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെന്താണ് അതിനുള്ള പരിഹാരം കണ്ടെത്തും. ഫിഖ് പരമായിട്ടുള്ള ഫത്വ കണ്ടെത്തും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇതെന്ത് ഡ്രിങ്കാണ് തന്നെ, ഞങ്ങൾക്ക് എന്താണ് വലിയ ഉന്മേഷം നൽകുന്നുണ്ട്, അതാണ് ഞങ്ങളെ ഈ ഒരു ഫത്വയൊക്കെ എത്തിക്കാൻ കാരണം. അപ്പോൾ ആള് പറയുന്നുണ്ട്, എന്താണ് നിങ്ങൾ കുടിച്ച സാധനമാണ് കോഫി കേട്ടോ. ഓലെ ഇത് അറിയുന്നില്ല, ഇത് ഹറാമായതുകൊണ്ട് ഇതുവരെ കുടിച്ചിട്ടുണ്ടാവില്ല. വേറെ രസമുണ്ട്. അതായത് എന്താ ഖൈറുബക്കാണല്ലോ ഈ മൊത്തം സിനാരിയോ ഉണ്ടാക്കുന്നത്. അതായത് ഖൈറുബക്ക് എല്ലാ മദഹബിന്റെ പണ്ഡിതന്മാരെയും കൊണ്ടുവന്നു, ഡോക്ടർമാരെ കൊണ്ടുവന്നു, 2 സാക്ഷികളെ കൊണ്ടുവന്നു. അതായത് ഫത്വക്ക് ഒരു ഫത്വ സംഭവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മസ്അലക്ക് തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ തെളിവുകൾ വേണം. അതായത് ബേസിക്കലി എല്ലാ സംഗതികളും പടച്ചുണ്ടാക്കിയതൊക്കെ എന്താണ്, ഹലാലാണ്. അപ്പോൾ അത് ഹറാമാക്കണമെങ്കിൽ എന്തോ ഒരു ഇത് വേണമല്ലോ, അല്ലെങ്കിൽ ഖിയാസ് നടക്കണമല്ലോ. ഖിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, താരതമ്യം നടക്കണമല്ലോ. അപ്പോൾ എന്താണ് അപ്പോൾ എന്താണ്, കള്ളാണല്ലോ ഇതിന്റെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. മുസ്കിറായിട്ട് എന്താണ് ഇൻടോക്സിക്കൻ്റ് ആയിട്ടുള്ളത് ഹറാമാണ്. അപ്പൊ ഇത് ഇൻടോക്സിക്കൻ്റ് ആണെന്നാണല്ലോ തെളിയിക്കേണ്ടത്. കോഫി കുടിക്കുന്നത് അത് കള്ള് പോലെ തന്നെയാണ് എന്നുള്ളതാണ്, മുസ്കിറാണെന്നുള്ളതാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ 2 സാക്ഷികളെ കൊണ്ടുവന്നു. അപ്പോൾ സാക്ഷികൾ എന്നിട്ട് പറഞ്ഞു, ഇത് കള്ളും മീഞ്ഞൊക്കെ പോലെ തന്നെയുള്ള എഫക്റ്റ് ആണ്, ഇത് കുടിച്ചാലെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പൊളിഞ്ഞു. ഇത് എന്താ, അതായത് ഹറാമാണെന്ന് പറയുന്നവരുണ്ട്, ഹലാലാണെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ തന്നെ പൊളിഞ്ഞ്. അതായത് ഓരോ സാക്ഷികളാക്കാൻ കഴിയില്ല, കാരണം ഒരു കള്ളും മീഞ്ഞും കുടിച്ചവരാണ്, അല്ലെങ്കിൽ ഇതിന് ടേസ്റ്റ് മനസ്സിലാവില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടൊക്കെ അതിനെ ഭയങ്കരമായിട്ട് എതിർക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ അവിടെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ആ ഡോക്ടർമാർ പറഞ്ഞതിന് ആളുകൾ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും സാക്ഷികളെ ഇങ്ങനെ പ്രശ്നം വലിക്കരിക്കുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഖൈറുബക്ക് മൂപ്പരുടെ ഒരു കാർക്കശ്യം മൂലം അവിടെ വന്നവരടുത്തു നിന്നൊക്കെ ഫത്വ വാങ്ങിയിട്ട് മക്കയിൽ, അതായത് ശരിക്കും പറഞ്ഞാലും മൂപ്പര് മക്കത്തെ ഗവർണർ പോലെയാണല്ലോ വർക്ക് ചെയ്യുന്നത്. അത് സുൽത്താനല്ലല്ലോ, അല്ലെങ്കിൽ ഖലീഫ അല്ലല്ലോ. അപ്പോൾ ഖലീഫക്ക് ഒരു സാധനം പോയിട്ട് അവിടുന്ന് തിരിച്ച് മറുപടി എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നടപ്പാക്കാൻ കഴിയുള്ളൂ. പക്ഷെ അങ്ങോട്ട് എത്തി പോണീൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്തു, മക്കയിൽ ഇത് നടപ്പാക്കി. അതായത് മക്കയിൽ കോഫി ഹറാമാക്കി. മക്കകളിൽ കോഫി വിളമ്പാൻ പാടില്ല, ചാട്ടവാറടി കിട്ടും. ആര് കോഫി കുടിച്ചാലും ഒക്കെ പ്രശ്നമാണ്. ആലോചിച്ച് നോക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെ പോഡ്കാസ്റ്റിൽ ഇരുന്ന് കോഫി കുടിക്കുക, അതായത് കോഫി ഹറാമാണ്, ഇത് കുടിക്കുന്നത് കള്ളു കുടിക്കുന്ന പോലെയാണ് എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഈ കഥ മൊത്തം കേൾക്കുന്നത് മറ്റേ യാസർ ഖാദിൻ്റെ ഒരു പ്രസംഗത്തിൽ സ്പീച്ചിൽ നിന്നാണ് ആദ്യമായിട്ട് കോഫി ഹറാമാണെന്നുള്ള സാധനം കേൾക്കുന്നത്. എനിക്കത് അവിടുന്നാണ് എൻ്റെ ഒരു ഈ പറഞ്ഞിരുന്നല്ലേ നമുക്ക് കോഫിയെ കുറിച്ച് ചെയ്യാം എപ്പിസോഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോഴും എനിക്കെന്തോ ഒരു കോഫിനെ കുറിച്ചൊക്കെ ഇപ്പം എന്താ പറയാനുള്ളത് എന്ന് പറഞ്ഞപ്പോൾ പിന്നെയാണ് പെട്ടെന്നാണ് എന്താ ഒരു രാത്രിയാണ് ഞാൻ ആ സ്പീച്ച് കേൾക്കുന്നത്.
അപ്പം അതിലിങ്ങനെ യാസർ ഖാദി ഈ കഥ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഹുക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അത് പഠിക്കാനുള്ള സാധനം തന്നെയാണ്, അത് കിട്ടില്ല. അതുപോലെ തന്നെ വലിയ ഒരു എന്താണ് ബുക്ക് ഒരു ആർട്ടിക്കിൾ എന്തോ ഷെയർ ചെയ്തിരുന്നില്ല മുമ്പ്. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത് വെച്ചാൽ കോഫി ഹറാമായിരുന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ടൈറ്റിലുള്ള ഒരു ഈ അതിൽ എനിക്ക് മനസ്സിലായ സാധനം എന്താ വെച്ചാൽ യാസർ ഖാദിൻ്റെ പ്രസംഗം ഞാൻ കേട്ടു. അതിനുശേഷം ഞാൻ അതിങ്ങനെ ഒരു ഫ്രണ്ടിനായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്കൊരു ആർട്ടിക്കിൾ ഷെയർ ചെയ്തു, ഒരു പേപ്പർ. അപ്പോൾ ആ പേപ്പർ ബേസിക്കലി യാസർ ഖാദിൻ്റെയും അതുപോലത്തുള്ള വാദങ്ങളൊക്കെ എതിർക്കുന്ന ഒരു പേപ്പറാണ്. അപ്പോൾ എന്താ ഈ ഇപ്പോൾ പറഞ്ഞില്ലേ ഈ കോഫി ആൻഡ് കോഫി ഹൗസസ് എന്നുള്ള ബുക്കാണ്. അപ്പോൾ ഓഡിയൻസിനോട് പറയാം, അതായത് നമ്മളിപ്പോൾ വായിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കുക, നമ്മൾ കൊടുക്കുന്ന റെഫറൻസുകൾ സോഴ്സുകളൊക്കെ. അപ്പോൾ ഈ കോഫി ആൻഡ് കോഫി ഹൗസസ് എഴുതുന്ന ആരാ? റാൾഫ് ഹുട്ടോസിൻ്റെ പുസ്തകത്തിലാണ് ഇങ്ങനൊരു സംഭവം മക്കയിൽ നടക്കുന്നുണ്ട് എന്നുള്ള സാധനം. അപ്പോൾ എനിക്ക് നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? അതായത് കോഫി പോലൊരു സാധനം മക്കയിലേക്ക് വരുന്നു. കോഫി എന്താണ് ബേസിക്കലി എന്താണ് സംഭവം? നമുക്കിപ്പോൾ അറിയണോണ്ടറിയാം, നമുക്കിത് ഹറാമാക്കിയിരുന്നു എന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം സാധാ ഒരു പുതിയൊരു ഡ്രിങ്ക്, പക്ഷെ അതിനെ അവിടുത്തെ പണ്ഡിതന്മാരൊക്കെ കൂട്ടിയിട്ട് മക്കയിൽ ഹറാമാക്കുന്നു. അങ്ങനെ അവിടുത്തെ ഭൂരിഭാഗം ഇജ്മാ സംഭവിക്കുന്നു. കോഫി ഹൗസസിൽ ഇജ്മാ സംഭവിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇജ്മാ സംഭവിക്കാറുള്ള ഭൂരിഭാഗം പണ്ഡിതന്മാരും അതിനെ ഹറാമാക്കുന്നു. അങ്ങനെ കുറേ കാലം അത് ഹറാമായി പക്ഷെ ആളുകൾ അത് മെയിൻ്റാക്കാതാവുന്നു. ആളുകൾ മെയിൻ്റാക്കാതെ ഒരു പിന്നെയും രഹസ്യമായിട്ട് പരസ്യമായിട്ടൊക്കെ കുടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ സമയത്തും ആൾക്കാർ കുടിക്കും. കാരണം ആൾക്കാരത് ഇങ്ങനെ ലാവിശായി കുടിക്കാൻ തുടങ്ങി. ഉലമാക്കൾ എന്താണോ പറഞ്ഞത് അത് കേൾക്കാതെ അവരങ്ങനെ പോകാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ ഒരു തീരുമാനം പറഞ്ഞു, പക്ഷെ സൊസൈറ്റി വേറൊരു റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സീക്രട്ട് ആയിട്ട് പല ആളുകളും ഈ ഭരണാധികാരികൾ പോലും കുടിച്ചോണ്ടിരിക്കുകയും ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ പിന്നെ അവർക്ക് വേറെ ഗത്യന്തരമൊന്നും ഇല്ലാതെ എന്ത് ചെയ്തു, പിന്നെ അത് ആ വിലക്ക് നീങ്ങുകയാണ് ചെയ്തത്. പിന്നെ ആ ഫത്വ പോലും അറിയപ്പെടാത്ത ഒരു പുസ്തകം ഈ ഒരു മുബാഹുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് ഹലാലാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകം. അവിടെ നിന്നാണ് പിന്നെ ഈ ടേണിംഗ് പോയിന്റ്. പിന്നെ എല്ലാവരും ഹലാലിന്റെ വശം എഴുതി തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഇതും കോഫി ഹൗസിൽ ഈ പേപ്പർ അബ്ദുൽ ഖാദിർ അൽ ജസീറിയോ അങ്ങനെ ഒരു പണ്ഡിതനാണ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ മക്കയിലുള്ള പണ്ഡിതന്മാരൊക്കെ ഒരു തീരുമാനം പറഞ്ഞു, സൊസൈറ്റി അതിൻ്റെ നേരെ എതിരെ പോന്നു. പിന്നെ പല പണ്ഡിതന്മാരും ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ അതിലേക്ക്, അതായത് സൊസൈറ്റിയുടെ കോമൺ സെൻസിലാണ് ശരി, ഉലമാക്കൾ പറഞ്ഞ സാധനം തോന്നിപ്പോവും. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് വന്നു പോകും. പക്ഷെ എന്താ, അതായത് ഈ പേപ്പർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ബേസിക്കലി അന്ന് നടന്ന കിതാബുകളും അന്ന് നടന്ന ഫത്വകളും ഡിബേറ്റുകളൊക്കെ കൃത്യമായി ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് മുമ്പൊന്നല്ല, 500 കൊല്ലം മുമ്പാണ്. റസൂല് മുതലുള്ള എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചതിൻ്റെ ഇയാൾ പറയുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇങ്ങനൊരു ഐക്യകണ്ഠമായിട്ട് ഹറാമാക്കുന്നൊരു സിറ്റുവേഷൻ അല്ലേന്ന്. അവിടെ ഹറാമാണെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു, ഇങ്ങനെ കുറച്ച് ആളുകൾ, കുറേ അധികം ആൾക്കാർ ഇതിനെ ഹലാലാക്കിയവരുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ കുറേ ആളുകൾ ഇതിനെ മുസ്തഹബായി കാണുന്നവരുണ്ടായിരുന്നു. അതായത് ഇത് കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടുതൽ ദിക്റിന് വേണ്ടിയിട്ടും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉന്മേഷത്തോടു കൂടി ഇതാക്കാൻ കഴിയും. അപ്പോൾ ചില സൂഫികൾ തന്ത്വാബി പോലുള്ള പണ്ഡിതന്മാരെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അവരൊക്കെ ഇതിനെ മുസ്തഹബായി കണ്ടിരുന്നു. പക്ഷെ അവർ എന്നാലും ഇതിൻ്റെ ബേസിക്കലി കോഫി എന്ന് പറഞ്ഞത് എന്താ ഹലാലാണെന്നാണ് ഓരും പറഞ്ഞിരുന്നത്. പിന്നെ ഇതിനെ മക്രൂഹായി കാണുന്നവരുണ്ട്. മക്രൂഹ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയാ, വെറുക്കപ്പെട്ടതായിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ ഓരങ്ങനെ കാണാൻ കാരണം എന്താ, ഈ നേരത്തെ പറഞ്ഞ സാധനം, അത് ശാലകളിലിരുന്ന ആളുകൾ പരദൂഷണം പറയാനോ അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു സിറ്റുവേഷൻ കോണ്ടെക്സ്റ്റ് വേറെ തന്നെ കുറച്ച് മോശപ്പെട്ട കോണ്ടെക്സ്റ്റ് ആയതുകൊണ്ട് അതിനെ മക്രൂഹായി കാണുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് ഡിബേറ്റുകൾ ആ സമയത്ത് നടന്നിരുന്നു. പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ എന്നിട്ട് ഇങ്ങനെ ഡിബേറ്റ് നടന്ന അതിൻ്റെ ഒരു ബാക്കി പത്രം ഉലമാക്കൾ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്ത് ഇത് ഹലാൽ തന്നെയാണ്, ഹറാമല്ല. പക്ഷെ നമ്മൾ ഈ യാസർ ഖാദിൻ്റെയും ഇങ്ങനത്തെ ഈ കോഫി ആൻഡ് കോഫി ഹൗസസിലെ കഥ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ തോന്നുക, ഉലമാക്കൾ റൂട്ടിലിങ്ങനെ പോകുന്നു, അത് കേൾക്കാതെ സൊസൈറ്റി വേറെ റൂട്ടിൽ പോകുന്നു, അവസാനം ഗത്യന്തരമില്ലാതെ ഉലമാക്കൾക്ക് സൊസൈറ്റിയുടെ കൂടെ ചേരേണ്ടി വരുന്നു, ഇങ്ങനൊരു സാധനം. പക്ഷേ ഞാൻ ഇങ്ങനെ ആലോചിച്ച്, എനിക്കറിയില്ല കേട്ടോ നിങ്ങളെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു, അതായത് എന്തുകൊണ്ടായിരിക്കും എന്ത് വന്നാലും എന്താ ഇസ്ലാം ഇങ്ങനൊരു നിലപാട് അതിലെടുക്കുന്നത് എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ കോഫി എന്ന് പറഞ്ഞാൽ പുതിയൊരു സാധനമാണ്, അപ്പോൾ പുതിയൊരു ഡ്രിങ്കാണ്. അപ്പോൾ ഡ്രിങ്ക് വരുമ്പോൾ ഇസ്ലാമിക് ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് എല്ലാത്തിനോടും സ്കെപ്റ്റിക്കായിട്ടാണ് ആ നിലപാടെടുക്കുക.
ഒരു എന്താ പറയുക ഒരു സ്കെപ്റ്റിസിസത്തിന് പറയുക സംശയത്തോട് കൂടിയിട്ടാണ് അതിനെ മനസ്സിലാക്കാം. കാരണം എന്താ വെച്ചാൽ അത് വിശ്വാസികളുടെ തക്വക്ക് എന്തെങ്കിലും കോട്ടം വരുത്തുന്നുണ്ടോ, അതിലൂടെ നന്മയാണോ തിന്മയാണോ ഏറ്റവും കൂടുതൽ വരുന്നത്, തിന്മയാണ് വരുന്നതെങ്കിൽ അത് വിലക്കപ്പെടും. അങ്ങനെ എല്ലാത്തിനെയും അങ്ങനെ ഒരു കണ്ണിലൂടെ അങ്ങനെ ഒരു ഐഡിയയിലൂടെ കണ്ടതിന് ശേഷം വളരെ കാലം എടുത്തിട്ട് ആണ് ഒരു സംഗതി ഇസ്ലാം അതായത് വന്ന പാടത്തന്നെ അതിൽ ഇപ്പോൾ ടെലിവിഷൻ വരുമ്പോഴും അതാണ് യാസർക്കാദി ഉദാഹരണം പറയുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ അറിയുമ്പോൾ ടെലിവിഷന്, റേഡിയോ ഇതിനൊക്കെ വെച്ചിട്ടാണ് സിനിമ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര ഒരു പിന്തിരിപ്പൻ ഐഡിയ സ്വഭാവമല്ലേ. പക്ഷെ ഒരു സെൻസിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതും ഇസ്ലാമിലൊരു മെത്തഡോളജി ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ പറയും, ഇപ്പോൾ ഇത് പഠിക്കുമ്പോൾ സമയത്ത് നമ്മളിങ്ങനെ പറയും, ഓ മക്കയിൽ പണ്ഡിതന്മാർ ഇതിനെ ഹറാമാക്കിന്നില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ എനിക്ക് ഈ കഥ വായിച്ചപ്പോൾ നല്ല രസമായി തോന്നി. അതായത് 500 വർഷങ്ങൾക്ക് മുമ്പ് ഈ പാനീയം ഹറാമായിരുന്നു, പിന്നീട് അത് ഹലാലായി എന്നൊക്കെ പറയുമ്പോൾ കഥ കേൾക്കാൻ നല്ല രസമായിരിക്കും. പക്ഷെ നമ്മൾ ഓരോന്ന് കൂടുതൽ പഠിച്ചു കഴിയുമ്പോഴാണ് കഥകൾക്കപ്പുറം അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. നമ്മൾ ബേസിക്കലി പോഡ്കാസ്റ്റിൽ ചെയ്യുന്നൊരു സാധനം കഥ പറയാന്നുള്ളതാണല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ തോന്നാം ഈ കഥക്ക് കുറച്ചും കൂടി ഭയങ്കര കോംപ്ലക്സ് ആണ് കഥ. അപ്പോൾ നമ്മൾ തന്നെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയുന്നതിൻ്റെ അപ്പുറം വേറെ അല്ലാഹു ആലം പല തെറ്റിദ്ധാരണ ഉണ്ടാവും ഒരുപാട് രീതിയിൽ. ഞാനിപ്പോൾ ഈ കഥകളൊക്കെ വായിച്ചില്ലേ, എന്നാൽ നമ്മൾ ഇപ്പോൾ ഈ നമ്മളെ മെയിൻ വിഷ്വൽ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ കണ്ട് സമാനിയൻ്റെ ഡോക്യുമെൻ്ററീസ് ആണ്. ഡോക്യുമെൻ്ററീസിൽ അതിൽ ഓലുണ്ടാക്കാൻ അപ്പോൾ അതിൽ ഓലുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു നെറേഷൻ ഉണ്ട്. അതിൽ ഒരുപാട് ഹിസ്റ്ററി പോലെ തിരുത്താൻ എനിക്ക് പേഴ്സണലി തോന്നിയത് അതാണ്. ഒരു കോണ്ടെക്സ്റ്റ് കൊടുക്കുക. സമാനിയ എന്ന് പറഞ്ഞാൽ ഒരു ചാനലാണ് സൗദി അറേബ്യ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏറ്റെടുത്ത് നടത്തുന്ന പോലെ വിസാറത്ത് സക്കാഫയുടെ ഒക്കെ കീഴിൽ അങ്ങനെ ഒരു സാംസ്കാരിക അതുപോലെ മന്ത്രാലയത്തിൻ്റെ കീഴിലൊക്കെ വളരെ വൃത്തിയിൽ പ്രൊമോട്ട് ചെയ്യുന്നൊരു ചാനലാണ്. അപ്പോൾ ആ ചാനലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതലും ഓരോ ഐഡിയോളജികൾ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് അത് വളരെ കൃത്യമായിട്ട് അതിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. വായിച്ചതാണ് 2030 ഓരോരു വിഷൻ പ്രൊജക്ട്. വിഷൻ 2030 ഭാഗമായിട്ട് വെൽക്ക് കോഫി പ്രൊഡക്ഷന് സ്വയം പര്യാപ്തത വരിക്കണം. അതായത് അങ്ങനെ കുറച്ച് യുനെസ്കോ ഒരു ഇത് മുന്നോട്ട് വെക്കുന്നുണ്ട് ഈ കോഫിയുമായി ബന്ധപ്പെട്ട്. കോഫി ലിസ്റ്റിലൊക്കെ ആഡ് ചെയ്യൊക്കെ സൗദി അറേബ്യയാണ് ഇതിന്റെ ഭയങ്കരമായിട്ടുള്ള പ്രൊപ്പനൻസ് അതിന് മുന്നോട്ട് വരുന്നത്. എന്നുവെച്ചാൽ ഈ പറഞ്ഞ പോലെ 2030 പോലെ വലിയൊരു വിഷൻ പ്ലാൻ ആണല്ലോ, മുമ്പോട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനാണ്. അപ്പോൾ ആ പ്ലാനിൽ ഇവർ ഉൾപ്പെടുത്തുന്ന ഒരുപാട് ലിസ്റ്റുകളുണ്ട്. അതിൽ മെയിൻ സാധനമാണ് ഈ കോഫി. എന്താ കോഫി കൊണ്ട് സ്വയം പര്യാപ്തത നേടുക. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഫിൻജാൻ എന്ന് പറഞ്ഞ നമ്മളെ സീരീസ് നമുക്ക് എല്ലാവർക്കും അറിയാം, സമാനിയത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള സീരീസാണ്. ആ സീരീസ് തന്നെ 3 വർഷം മുമ്പ് കോഫിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ അബുമാലി തന്നെ. ഫിൻജാൻ എന്ന് പറഞ്ഞാൽ എന്താ ബേസിക്കലി പിഞ്ഞാണം. എന്താ കോഫി വിളമ്പുന്ന പാത്രത്തിനാണ് ഫിൻജാൻ എന്ന് പറയാം. അതന്നെ അറബിയിൽ ഭയങ്കര ടേമാണ്. അപ്പോൾ ഫിൻജാൻ എന്നുള്ള ആ സീരീസ് തുടങ്ങുകയാണ്, അതിൽ ഈ എപ്പിസോഡ് വരികയാണ്. അതിനുശേഷം അബുമാലി തന്നെയാണ് ഈ സാധനം ഡയറക്റ്റ് ചെയ്യുന്നത്. ഇത് ഈ കോഫിന്റെ സീരീസ്. ഈ കോഫി സീരീസ് എത്ര ഉണ്ട്? 8 എപ്പിസോഡുകളുണ്ട്. 6 എപ്പിസോഡുകൾ. അതിൽ മൊത്തം ഏതൊക്കെ വരുന്നുണ്ട്? ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ഈ കോഫിനെ കാണുന്നുണ്ട്, ജൂതന്മാരെങ്ങനെയാണ് കോഫിനെ കാണുന്നുണ്ട്. ഇനി 2-3 എപ്പിസോഡുകൾ സൗദി അറേബ്യ എങ്ങനെയാണ് ഇതിനെ കാണുന്നുണ്ട്. അപ്പോൾ ഓല് പറയുന്നത് എന്താ അറിയോ, ലോകത്തിലെ കോഫിയുടെ പാരമ്പര്യത്തിന്റെ വലിയൊരു ശതമാനം സൗദി അറേബ്യയുടെ അവകാശത്തിലുള്ളതാണ്. സൗദി അറേബ്യയാണ് ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സ്. സൗദി അറേബ്യയാണ് ഇതിന്റെ കൾച്ചറൽ സാധനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ. അപ്പോൾ അതിൽ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഒരു ഫുലാൻ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. ഞാൻ സമാനിയൻ്റെ സീരീസാണ്. ഫുലാൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മരുഭൂമിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്നിട്ട് എപ്പിസോഡ് ചെയ്യല. ഫുലാൻ എന്ന് പറഞ്ഞാൽ ഒരാൾ എന്നാണല്ലോ അർത്ഥം. ഒരു മനുഷ്യൻ ഫുലാൻ ബിൻ ഫുലാൻ അങ്ങനെയൊക്കെ പറയില്ലേ, ആ ഫുലാൻ, അതാണ് സീരീസിന്റെ ടൈറ്റിൽ. അപ്പോൾ ഒരു എപ്പിസോഡിന്റെ കഥ എന്താണെന്ന് വെച്ചാൽ കോഫി ഉണ്ടാക്കുന്ന ഒരു ഫാമിലിനെ പരിചയപ്പെടുത്തുക. ഈ കോഫി ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ ഒരു ഫാമിലി. അപ്പം സംഭവം വളരെ രസമാണ്. ഭയങ്കര എന്താ പറയുക, മേക്കിംഗ് പ്രൊഡക്ഷനൊക്കെ ഭയങ്കര കാര്യമാണ്, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അതിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ആ മോനെന്താ ജോലി എന്ന് വെച്ചാൽ ട്രഡീഷണലി പാസ് ചെയ്യപ്പെട്ട ജോലിയാണ്. ആ ജോലി പാത്രം ഉണ്ടാക്കുക, കോഫി പാത്രം ഉണ്ടാക്കുക. അതും മരുഭൂമിയിലാണ് ജീവിക്കുക, ബദവികളെപ്പോലെ. പക്ഷേ മോഡാണ്, നല്ല നിസാൻ പെട്രോൾ കാറുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. പക്ഷേ പോലെ ജോലി ഇതാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന പാത്രങ്ങൾ, മക്കഹകൾ, ഓലെ വീടുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതിലിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ ഉപ്പ ഒരിക്കൽ അവനോട് ചൂടാവും. എന്നിട്ട് കോഫി ഉണ്ടാക്കാൻ റെഡിയാക്കി നിൽക്കുമ്പോൾ അവൻ്റെ ഉപ്പ ചൂടാവും. എന്നിട്ട് പറയും പോയി ഒതുടുക്കുമെന്ന് പറയും. അപ്പോൾ അവന് പറയും ഒതുടുക്കുക എന്തിനു വയ്ക്കും, ഒതുടുക്കുമെന്ന് പറയും. അപ്പോൾ അവൻ പിന്നെയും കേൾക്കാതെക്കും. അവൻ്റെ വീട്ടിലെന്താണെന്ന് വെച്ചാൽ വാപ്പ 3 വട്ടം ഒരു കാര്യം പറയാൻ നിൽക്കരുതെന്നാണ്. 2 വട്ടം പറഞ്ഞാൽ അനുസരിക്കണം. 3-ാമത്തെ വട്ടം പറയുന്നതിന് മുമ്പ് അവൻ പോയി ഒതുടുക്കും. എന്നിട്ട് വരും. എന്നിട്ട് അവൻ പറയുന്നുണ്ട് പിന്നെ ഒരിക്കലും. എന്നിട്ട് അവൻ്റെ വാപ്പ പറയും കോഫി ഉണ്ടാക്കുമ്പം ഒരിക്കലും സങ്കടത്തോടു കൂടി ഉണ്ടാക്കാൻ പാടില്ല,
ശുദ്ധമായ മനസ്സോട് കൂടിയിട്ട് കോഫി എന്ന് പറഞ്ഞാൽ അത്രയും ട്രഡീഷണൽ വാല്യൂ ഉള്ള അറബികൾക്ക് അത്രയും വാല്യൂ ഉള്ള സാധനം. അപ്പോൾ കോഫി ഉണ്ടാക്കുമ്പോൾ ശുദ്ധിയോടുകൂടി നല്ല മനസ്സോടുകൂടി ഉതു എടുത്ത് വന്നിട്ട് ഉണ്ടാക്കുക. അവൻ പറയുന്നതിൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്നെ ഉതു എടുക്കാതെ കോഫി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഓരോരു രീതിയാണ് ഈ കോഫിനെ സമീപിക്കുന്ന. ഈ ഫുലാൻ എന്ന് പറഞ്ഞ സീരീസ് സിമ്പിൾ സീരീസാണ്, പക്ഷേ ഇതിൽ ഇങ്ങനത്തെ കഥകളാണ് വരുന്നത്. അതിലൊരു എപ്പിസോഡ് ഈ കോഫിനെ കുറിച്ചാണ്. അപ്പോൾ അത്രയും ഓരോ ചാനലുകളിലൂടെ ഈ കോഫിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഒരു രാജ്യം മൊത്തം. അതായത് ഇനി ആർക്കെങ്കിലും നമ്മളെ മെയിൻ വിഷ്വൽ റെഫറൻസ് സമാനിൽ ഈ സീരീസ് ആണ്. അത് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ലിങ്കിലുണ്ട്. അറബിയിലാണ്, പക്ഷേ സബ് ടൈറ്റിൽസ് ഉണ്ട്, ഏറെക്കുറെ സബ് ടൈറ്റിൽസ് ഒക്കെ ഉണ്ട്. ആ ഒരു സാധനം പ്രൊമോഷൻ നല്ലോണം നടക്കുന്നുണ്ട്. അവിടെ സൗദിയിൽ മാത്രമൊന്നുമല്ല, അതുപോലെ തന്നെ കോഫി ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ നടത്താറുണ്ട്. ഓല് ഖത്തറില് കോഫി ആയിട്ട് ബന്ധപ്പെട്ട് അത് 2 വർഷം മുൻപ് ഈ അറബ് രാജ്യങ്ങളെ പ്രൊമോഷൻ പറഞ്ഞപ്പോൾ നല്ല ചെറിയ ഒരു മീം വന്നിന് ഇപ്പം അടുത്ത്. 4 ദിനോസറുകൾ ഇങ്ങനെ റോർ ചെയ്ത് വരിക. അതിൻ്റെ അടിയിലൊരു ദിനോസർ കുവൈത്ത്, ബാക്കി സൗദി, ഖത്തർ, UAE പോലെയുള്ള രാജ്യങ്ങളൊക്കെ വലിയ വലിയ ദിനോസറുകൾ, അതിൻ്റെ അടിയിൽ നിന്ന് ചെറിയൊരു ദിനോസർ കുവൈത്ത്. ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരും ഭയങ്കര പ്രൊമോഷനാണ്, വേൾഡ് കപ്പ് അത് ഇതൊക്കെ കൊണ്ടുവന്നിട്ട് പറയുമ്പോൾ ഖത്തർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഖത്തർ 2 വർഷം മുമ്പ് വലിയൊരു കഹ്വ ഫെസ്റ്റിവൽ നടത്തിയിട്ടുണ്ട്, എല്ലാ രാജ്യങ്ങളെയും വിളിച്ചിട്ടുള്ള. ഈ രാജ്യങ്ങൾ മാത്രമൊന്നുമല്ല, ഇസ്തംബുൾ, തുർക്കി വളരെ വ്യാപകമായിട്ട് കഹ്വ ട്രഡീഷനുള്ള രാജ്യമാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോഴും കഹ്വ അല്ലെ കോഫി എക്സ്പോർട്ട് ചെയ്യുന്നത് ബ്രസീലല്ലേ? ബ്രസീൽ തന്നെ. അങ്ങനെ അവിടെ വായിച്ചാണ് ബ്രസീൽ അപ്പോഴും ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് പറയുക എന്ന് വെച്ചാൽ ഒന്ന് അറബ് കോഫിയും പിന്നെ തുർക്കിഷ് കോഫിയാണ്. അപ്പോൾ അതിൽ 2 എന്തൊക്കെ വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ ഒന്നിൽ ഏലക്കായ ഇടും, മറ്റേ ഏലക്കായ ഇടൂല. ഇങ്ങനെയുണ്ട്, ഒന്ന് റിച്ച് ഒന്ന് പൂർ, അങ്ങനെയുള്ളൊരു കൗലുണ്ട്. പിന്നെ അതുപോലെ തുർക്കിഷ് ട്രഡീഷനിലെ ഈ കോഫിൻ്റെ ഒരു ഇത് പറയുന്നത് വെച്ചാൽ ഇവര് സെർവ് ചെയ്യുക ഭയങ്കര ആർട്ടിഫാക്ട്സ് ഉള്ള പാത്രങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ ആ കപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താണ് ഡിസൈനൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ എന്താണ് ഇപ്പൊ ഇറാനിലൊക്കെ നമ്മൾ ഫ്ലോറൽ പാറ്റേൺ ആ സാധനത്തിലായിരിക്കും വലിയ കോഫി സെർവ് ചെയ്യുക. അപ്പോൾ അതിന് 2 റീസണാണ് പറയുന്നത്. ഒന്ന് വെച്ചാൽ ഇത് ഫുഡ് എന്ന് പറഞ്ഞാൽ അനുഗ്രഹമാണ്, അള്ളാൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ഇത് ആ അനുഗ്രഹം ഏറ്റവും മനോഹരമായിട്ട് രീതിയിൽ സെർവ് ചെയ്യണം, അതാണ് ഈ പാത്രത്തിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് പറയാം ഇങ്ങനെ വിളമ്പുന്നതിന്. രണ്ടാമത്തായി പറയുന്നത് വെച്ചാൽ ഒന്ന് ഫുഡാണെന്നുള്ളതിൽ, രണ്ടാമത്തത് കഹുവന്റെ ഒരു പ്രാധാന്യം, അതിഥികളെ സൽക്കരിക്കുന്നത് ഇസ്ലാമിലെ ട്രഡീഷനിൽ ഭയങ്കര പ്രവാചകന്റെ സുന്നത്തായിട്ട് പറയുന്നത്. അപ്പൊ ആ പ്രവാചകന്റെ സുന്നത്ത് ഏറ്റവും മനോഹരമായിട്ട് സെർവ് ചെയ്യാന്നുള്ളതിലാണ് ഈ റിസാല എന്ന് പറഞ്ഞ സൈറ്റിൽ ആർട്ടിക്കിൾ അല്ലേ, അതിൽ ഈ കത്തുണ്ട്, ഒരു മോന അയക്കുന്ന കത്താണ്. അപ്പൊ അതിൽ ഈ തുർക്കിയിലെ ട്രഡീഷനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, ഇന്ത്യയിൽ നമ്മൾ അത് ഒരാള് തുർക്കി പോയിട്ട് യാത്ര ചെയ്തിട്ട് മോന് ഈ തുർക്കിയിലെ ഈ കഹ്വ ട്രഡീഷൻ വിശദീകരിച്ചിട്ട് ഒരു ചെറിയ കത്ത് അയക്കുന്നതാ. അപ്പൊ അതില് മോനോട് പറയുന്നുണ്ട്, നമ്മളെ നാട്ടിൽ ഈ ആർട്ട് ഗാലറി കാണൂലേ, ആർട്ട് ഗാലറി കാണുന്നത് പോലെയാണ് അവിടെ കഫേകൾ എന്ന് പറഞ്ഞാൽ, കോഫി ഹൗസുകൾ എന്ന് പറഞ്ഞാൽ. കോഫി ഹൗസുകളിലെ മുക്കുമൂലകളിലൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള ആർട്ട് വർക്കുകൾ, അവിടെ സെറാമിക്കുകളായിക്കോട്ടെ, ടൈലുകളായി, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ഇനി കോഫി കപ്പുകൾ, പ്രധാന കപ്പുകളാണ്. ഈ കപ്പുകളൊക്കെ ഓരോന്നും ഭയങ്കരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ഒരു ട്രഡീഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്നതാണ് തുർക്കിഷ് ട്രഡീഷനിൽ. കോഫി ഹൗസിൻ്റെ ഇത് പറഞ്ഞപ്പോൾ ഈ മക്കഹകൾക്ക് അറബ് രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഈജിപ്തുകളിൽ ഒക്കെ ഭയങ്കര പ്രാധാന്യമല്ലോ ഈ ഇവരുടെ ചരിത്രവും ഈ അവിടുത്തെ ഒരു കൾച്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ ഹംദാൻകനായിട്ടൊക്കെ ഇരുന്നപ്പോഴും എനിക്ക് അങ്ങനെ ഒരു കുറെ റെഫറൻസുകളും ഇതൊക്കെ ഇങ്ങനെ അവസാനമായിട്ടാണ് മറ്റേ നമ്മൾ ഈ റെഫറൻസ് തപ്പി ഇങ്ങനെ ഇവിടെ കോത്തുമല്ലോ. അപ്പോൾ ഒരു പണ്ട് ഞാൻ കണ്ടുവച്ചൊരു ഡോക്യുമെൻ്ററി പിന്നെ ഇങ്ങനെ പോപ്പപ്പ് ചെയ്തു, അൽ ജസീറ പ്രൊഡ്യൂസ് ചെയ്ത്. അൽ ജസീറക്ക് ഇങ്ങനത്തെ ഓരോ ഡോക്യുമെൻ്ററീസ് ഉണ്ട്, കാണാൻ പറ്റുകയാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ കാണണം. ഈ ആരും ശ്രദ്ധിക്കാത്ത കുറേ ഏരിയകളിലുള്ള കഥകൾ ഇങ്ങനെ പറയുന്ന, ഇപ്പോൾ ജേർണലിസ്റ്റുകളെ കുറിച്ച്, കഫേകളെ കുറിച്ച്. ഞാൻ കണ്ട എപ്പിസോഡ് ഇതാണ്, 3 കഫേകൾ, ലോകത്ത് പ്രസിദ്ധമായ 3 കഫേകൾ. ഒന്ന് മൊറോക്കോയിലെ മറാക്കഷിലെ ഒരു കഫേ, അല്ല അൾജീരിയയിലെ മറാക്കഷിലെ ഒരു കഫേ, മറാക്കഷ് മൊറോക്കോ. അവിടുത്തെ ഒരു ഫ്രാൻസ് ഉണ്ടാക്കിയ ഒരു കഫേ ഉണ്ട്, കഫേ ഡി ഫ്രാൻസ്. അതൊന്ന്. പിന്നൊന്ന് കൈറോത്തെ ഒരു റിച്ചി, അങ്ങനെ എന്തോ ഒരു കഫേ. പിന്നൊന്ന് അൾജീരിയയിലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ 3 കഫേകൾ. ഈ 3 കഫേയിൽ നടക്കുന്ന കഥകൾ എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് കഥകൾ. ഇങ്ങനെ അവിടെ വന്ന നേതാക്കന്മാർ, അവിടെ വന്ന ഇൻ്റലക്ച്വൽസ്, അവിടെ നടന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട കഥകൾ. അപ്പോൾ ഇത് കഫേ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയൊരു സംഗതിയാണ്. ഈ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ യാത്ര അല്ലേ, ഈ റമദാനിൽ യാത്ര നടത്തിയ
അനസിസ്കന്ദരി അതിൽ തന്നെ ഓൻ ഓരോ എപ്പിസോഡിലും കഹ്വ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ സുഡാനിൽ പോയാല് അതും സമാന്യന്റെ കഹ്വ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല രസം. അവിടെ ചില രാജ്യത്തൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടോന്ന് അറിയില്ല, ഉപയോഗിക്കലുണ്ടോ തോന്നുന്നുണ്ട്. ഈ കഹ്വയും കാരക്കയും ഭയങ്കര കോമ്പിനേഷനാണ്. നമ്മള് കഹ്വയും കാരക്കയും ടെർമിനോളജി ഉണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉപയോഗിക്കലില്ലല്ലോ. നല്ല ടൈറ്റിലാണ് കാരക്ക. പക്ഷെ അല്ലേ ഈ കഹ്വയും കാരക്കയും യൂസ് ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് സെർവ് ചെയ്യുമ്പം നല്ല അലിഞ്ഞ കാരക്കയും, ശരിക്കും കാരക്കന്റെ അലിഞ്ഞ മദീനയില കിട്ടുന്ന കാരക്ക ഉണ്ടല്ലോ, അതും കാപ്പിയും സെർവ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ നമ്മൾ ഈ കാപ്പി ആയിരിക്കൂല, വേറെ രീതിയിലുള്ള പ്യൂർ ആയിട്ടുള്ള ഈ മിൽക്ക് ഉപയോഗിക്കാത്ത കാപ്പിയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു കോമ്പിനേഷനാണ് നാടുകളിലൊക്കെ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ട്രഡീഷൻ ഉണ്ട്. അല്ല കോഫി തന്നെ ഇപ്പോൾ ഖത്തറിലല്ല പല രാജ്യങ്ങളിലും കോഫി ഒരാൾക്ക് സെർവ് ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ എനിക്ക് കോഫി സെർവ് ചെയ്യുമ്പോൾ കോഫി ഇതിൽ കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടോപ്പിൻ്റെ കുറച്ച് അടിയിൽ നിൽക്കണം. ഇതിനപ്പുറത്തേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ മാന്യമായിട്ടല്ല സ്വീകരിക്കുന്നതിൻ്റെ അർത്ഥം. ഇത് ഒരു പരിധിയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ട്രീറ്റ് ചെയ്യും. ചില അറബ് നാട്ടിലൊക്കെ കല്യാണം ഉറപ്പിക്കുക എന്നുള്ളതിന്റെ അർത്ഥം ചായ സ്പില്ല് ചെയ്യലാണ്. അപ്പൊ പെണ്ണ് ചായ വെക്കുമ്പോൾ ഇത് സ്പില്ല് ചെയ്ത അർത്ഥം ഓക്കെ ആണെന്ന്. അങ്ങനെ പല ട്രഡീഷനുകളും ഉണ്ട്. തുർക്കിയിൽ വേറെന്ന് വെച്ചാല് അതിഥിയെ സൽക്കരിക്കുമ്പോൾ കഹ്വയും കൊടുക്കും വെള്ളവും കുടിക്കും. അപ്പൊ ആദ്യം വെള്ളം കുടിച്ചാല് എന്താണ് ഓൾക്ക് വിശക്കുണ്ട്, അതുകൊണ്ട് ഫുഡ് സെർവ് ചെയ്യണമെന്ന് പറയും. ഇനിയിപ്പോൾ ആദ്യം കഹ്വയാണ് കുടിക്കുന്നതെങ്കിൽ വിശക്കൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, ഓക്കെയാണ്, അപ്പോൾ ഫുഡ് സെർവ് ചെയ്യേണ്ട എന്നുള്ള ട്രഡീഷൻ തുർക്കിയിൽ. അങ്ങനെ കുറെ ട്രഡീഷൻ ഇങ്ങനെ ഇത് കണ്ടിട്ടോ. പക്ഷെ ബാക്ക് ടു മക്കനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ ഈജിപ്തിലെ മക്കുകളെ കുറിച്ചൊക്കെ അവിടുത്തെ ഈ എന്താ മക്കകളിൽ ഖുർആൻ ഉണ്ടാവും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നേരത്തെ പറഞ്ഞ ഈ സമയം അവിടെ ഇങ്ങനെ ഇരുന്ന് ഈ അസലുൽബാനൊക്കെ ആദ്യം വന്നിട്ട് ദഅവത്ത് നടത്തുന്നൊക്കെ ഈ മക്കകളെ ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പൊ അങ്ങനെ കുറെ കഥകൾ ഇങ്ങനെ മക്കുകൾ ബേസ് ചെയ്തിട്ടൊക്കെ കാണാം. അതായത് ഒരു എന്താ പറയാ ഒരു റെവല്യൂഷൻ നടക്കുന്നത് മക്കഹകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഒരു അന്ന് കാലത്ത്. അപ്പം അങ്ങനെ ഒരു പൊസിഷൻ അവിടെ അന്ന് ഉണ്ടായിരുന്നു. മക്കഹകൾ കേന്ദ്രീകരിതമായിട്ട് ആളുകളൊക്കെ ചമഞ്ഞിരിക്കുക, അങ്ങനെ കൂടിയിരിക്കുക, സംസാരിക്കുക, സമയം ചെലവഴിക്കുക. ഇനിയിപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ കൂപ്പ് നടത്തൂലേ, മറ്റേ എന്താ പറയുക ഭരണത്തിനെതിരെ തിരിയുന്നതിന് എന്താ പറയുക, കൂപ്പ് എന്നാണ് ഇംഗ്ലീഷിൽ കൂപ്പ് എന്ന് പറയുന്ന സംഗതി. അതുപോലും മക്കഹകളിൽ ഇരുന്ന് കണ്ട് ചർച്ച ചെയ്ത് കണ്ട് മുമ്പോട്ട് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെയുള്ളൊരു ട്രഡീഷൻ മുമ്പേ ഉണ്ട്. അവിടുന്ന് ഇപ്പോൾ നമ്മളിവിടെ എത്തി, മക്കീന്ന് മദീനെത്തി, അറബ് നാടുകളിലെത്തി. അതിന്റെ ഇടയിൽ ഇത് ഇന്ത്യക്ക് എത്തുന്നുണ്ടല്ലോ. ഇന്ത്യക്ക് നമ്മൾ ആ മറ്റേ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ബാബുദാന്റെ കഥ. താടിന്റെ ഇടയിൽ ഞാൻ ഇവിടെ നമ്മളെ CC-യിൽ നമ്മൾ കോഫി അടിക്കുന്ന ഷോപ്പില്ലേ, ഈ മിന്നാജി ഈ കഥ പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ അന്നാണ് ഇത് കേൾക്കുന്നത് ഈ കഥ. അപ്പൊ ഞാൻ CC-യിൽ അവിടെ ഒട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കഥയിൽ വേറൊരു പേരാ കാണുന്നത്, മിന്നാജ് പറഞ്ഞത് വേറെ പേരും. കഥകൾ ഒരുപാട് രീതിയിൽ. താടി പറഞ്ഞേ, ചില ആൾ പറയുന്നത് ചില നെഞ്ചിന്റെ അവിടെ കുപ്പായ ഉണ്ടാവും, അതിന്റെ ഇടയിൽ കുരു വെച്ചാന്ന് പറയും. ചിലതിലെന്താണ് താടിയിൽ വന്ന് എന്നിട്ട് ചിക്കമംഗ്ലൂരിൽ കുഴിച്ചിട്ടു. അതിന്റെ ഒരു മൊത്തം ഡെമോഗ്രഫി ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ആദ്യം എത്തിയോന്ന് മക്ക മദീന, അപ്പൊ പിന്നെ മൊത്തം ഇങ്ങനെ ആ ഏരിയക്ക് യമന്, പിന്നെ ഫലസ്തീൻ അക്ക ഭാഗത്തേക്ക് എത്തുന്നു, ഈജിപ്തിലേക്ക് എത്തുന്നു, തുർക്കിയിലേക്ക് എത്തുന്നു, അതേ സമയത്ത് തന്നെ ഇന്ത്യയിലേക്ക് എത്തുന്നു. പിന്നെ അവിടുന്ന് കൊളോണിയലിസം അല്ലെങ്കിൽ യൂറോപ്യരുമായിട്ടുള്ള അങ്ങനെ ബന്ധത്തിലാണ് പിന്നീട് അവിടുന്ന് ഇറ്റലിക്കും അവിടുന്ന് ഫ്രാൻസിലേക്കും ഇംഗ്ലണ്ടിലേക്കും മൊത്തം യൂറോപ്പിലേക്ക് പരക്കുന്നത്. അങ്ങനെ അതിന്റെ മൊത്തം ഡെമോഗ്രഫി പറയും. പിന്നെ അവിടെ നിന്നാണ് പിന്നെ പോർച്ചുഗലിനും ഇവിടുന്നുമാണ് എല്ലാ ബാക്കി ഇന്തോനേഷ്യക്കും ഓസ്ട്രേലിയക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും ഒക്കെ പോകുന്നത്. അങ്ങനെ അവിടുന്ന് പോകുന്നത്. പിന്നെ കൊളോണിയലിസം എവിടെയൊക്കെ ടച്ച് ചെയ്തോ അവിടെയൊക്കെ അവർ ട്രോപ്പിക്കൽ റീജിയൻ ആണെങ്കിൽ അവരവിടെ ഫുള്ള് ഇതാകും. പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ച്, അതായത് ശരിക്കും ബാക്കിയുള്ള ലാറ്റിൻ അമേരിക്കയിലൊക്കെ ബ്രസീൽ, ഇപ്പം നേരത്തെ പറഞ്ഞു ബ്രസീൽ അത്രയും എക്സ്പോർട്ടുള്ള സ്ഥലമാണ്, ട്രോപ്പിക്കൽ റീജിയനാണ്, അത്രയും കോഫി എക്സ്പോർട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇതിനൊക്കെ മുമ്പ് ഇന്ത്യക്ക് കോഫി എത്തിയണല്ലോ. പക്ഷെ നമ്മളെന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ചായ കുടിക്കുന്നത്? അല്ല, അത് വെച്ചാൽ ബ്രിട്ടീഷുകാർ വരുന്നവരെ കോഫി കൾച്ചർ നമ്മളുടെ ഇടയിലുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഇവർ ടീ കൾച്ചർ, ചായ ഒരു സംസ്കാരമായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർ എന്താണ് ആളുകൾ കോഫി ഹൗസിലേക്ക് പോകുന്നത് തടയും. വെച്ചാൽ ആൾക്കാർ ചായ കുടിക്കണം. അപ്പോൾ ഇവർക്ക് ഭയങ്കര ടീ പ്ലാന്റേഷൻസ് ഉണ്ട്, ധാരാളം നമുക്ക് കാണാം, പല സ്ഥലങ്ങളിലും ടീ പ്ലാന്റേഷൻസ് ഉണ്ട്. അതേസമയം ഇവർക്ക് കോഫീൻ്റെ ഇതുകൊണ്ട് കേട്ടോ പ്ലാന്റേഷൻ, ഇവരാണ് പല നാടുകളിലേക്കും കോഫി എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ബ്രിട്ടീഷുകാർ കോഫി കുടിക്കുക,
ഓക്കെ. അപ്പൊ ലണ്ടനിലാണ് കോഫി ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർ കോഫി കുടിക്കും, പക്ഷെ ആളുകളെ കൊണ്ട് ടീ കുടിപ്പിക്കും. അപ്പൊ അങ്ങനെ ടീ ഒരു സംസ്കാരമായിട്ട് ഇപ്പൊ നമുക്ക് ഡൽഹിയിലൊക്കെ കാണാൻ പറ്റും. എന്ന് വെച്ചാല് ചായ ഭയങ്കരമായിട്ട്, കോഫി വളരെ കുറവാണ്. ചായ ഇപ്പം ചായപ്പീടികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ചായപ്പീടി വേറെ ആയിരിക്കും. നമ്മളെ നാട്ടിലൊക്കെ ചായപ്പീടി അവിടെ കടികൾ മറ്റേ ഇതൊക്കെ ഉണ്ടാവും. ഇവിടെ 17 ചായ മാത്രം. വെച്ചാൽ ആൾക്കാർ ഞാൻ ചോദിച്ചു വരും, പക്ഷെ എന്താ ഇവിടെ മറ്റേ പീടിയിലും ചായ ഇല്ലാത്ത ചോദിച്ചപ്പം എന്ന് വെച്ചാൽ ആൾക്കാർക്ക് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുക, എന്താണ് വീഡിയോ വലിച്ചിട്ട് ഇരിക്കുക, ചായ കുടിക്കാൻ വേണ്ടി മാത്രം. അതിനായിട്ട് കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറയും. അപ്പൊ അതിന് വേണ്ടി ഇപ്പൊ ഇവിടുത്തെ ഒരു ചായപ്പീടിയാന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടായി വരുന്നത്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞല്ലോ ബ്രിട്ടീഷുകാർ മൊത്തം കോഫിയാണ് കുടിക്കുന്നത്. പക്ഷെ ഈ എന്താണ് കോഫി യൂറോപ്പിലേക്ക് എത്തിയത് മുതൽ അവിടെ മൊത്തം രംഗം മാറുന്നുണ്ട്. അതായത് ഇത് മൊത്തം കോഫികളെ മുസ്ലിങ്ങളുടെ ഒരു സാധനം പോലെയാണല്ലോ. ഇപ്പോ മുഹമ്മദൻ ബറി, ഡെവിൽസ് കോഫി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനെ പ്രൊജക്ട് ചെയ്യുന്നത്. യൂറോപ്പിൽ ആദ്യം ഇതിനെ പ്രൊജക്ട് ചെയ്യുന്നത്. അതായത് ജൂവിഷ് ട്രഡീഷനിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അതായത് ആർക്കും ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞില്ലേ തുടങ്ങുകയാണെങ്കിൽ കോഫി പോലെ എന്തെങ്കിലും തുടങ്ങണം എന്നൊക്കെ. അതായത് ഈ ആലോചിച്ച് നോക്കുക, ചെല്ലിനോടത്തൊക്കെ അതിന് എതിർപ്പാട് സംഭവിക്കുന്നുണ്ട്. ആളുകൾ സ്കെപ്റ്റിക് ആയിട്ടാണ് നോക്കുന്നത്. ഇസ്ലാം വേൾഡിൽ തന്നെ മക്കയിൽ സംഭവം നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ യൂറോപ്പിലേക്ക് എത്തുമ്പോൾ ക്രിസ്ത്യൻസ് അതിനെ എന്ത് സെൻസില്ല, മുഹമ്മദൻ ബറി ഇത് ഓരുടെ ഒരു പ്രൊജക്റ്റാണ്. എന്താ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ മത്താക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സാധനം എന്ന് പറയുന്നുണ്ട്. ജൂയിഷ് ട്രഡീഷനിൽ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. എന്നിട്ട് എന്താ ജൂയിഷ് ട്രഡീഷനിൽ ഇവർക്ക് അതായത് നമ്മളെക്കാട്ടി അധികം ഹലാൽ ഹറാം കൺസെപ്റ്റിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്നതാണല്ലോ, ചർച്ച ചെയ്യുന്നതാണല്ലോ ജൂയിഷ് സാധനം. അപ്പോൾ ഇവർക്ക് രാത്രി സമയങ്ങളിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് എസ്റ്റസി മീൻസ് ആ ഒരു ഉന്മേഷവും മത്തും ഇതൊക്കെ കൊടുക്കുന്നുണ്ട് കോഫി എന്ന് പറയുന്ന സാധനം. പക്ഷെ ഇവർക്കത് ആകെ ഇടങ്ങാറായി. എന്താ ചെയ്യുക? അപ്പോൾ ഈ സ്പെയിൻ്റെ തകർച്ച ഉണ്ടല്ലോ, അവിടെ മുതലാണല്ലോ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഡയസ്പോറ സംഭവിക്കുന്നത്. അതായത് ബാക്കി അവിടെയുള്ള മുസ്ലിങ്ങളും ജൂതന്മാരൊക്കെ പല സ്ഥലങ്ങളിലേക്ക് മൈഗ്രേഷൻ സംഭവിക്കുന്നത്. അങ്ങനെ ഫലസ്തീനിലേക്കും ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ ജൂതന്മാർ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് തീർച്ചു പോകുന്നുണ്ടല്ലോ. അപ്പോൾ അന്ന് മുതലാണ് അത്രയും ജൂയിഷ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും സെക്ലൂഡഡ് ആയിട്ട് അവരുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അവർ മാത്രം, പുറത്തുള്ളവരോട് കാര്യമായിട്ട് ബന്ധങ്ങളോ അങ്ങനെ കൾച്ചറൽ റിലേഷൻ ഒന്നും ഇല്ലാത്തൊരു സിസ്റ്റം, അങ്ങനെ ഒരു സിസ്റ്റമാണ്. അതായത് ഒരു ജൂതൻ അല്ലാത്തൊരാള് ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ആ സാധനം കഴിക്കാൻ പോലും പറ്റൂല. അപ്പോൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം കോഫി അത്ര ഇവർ കുടിക്കുന്ന, പക്ഷെ കോഫി ഉണ്ടാക്കുന്നതും അത് അതിനെന്തോ ചൂടുന്ന ഒരു പരിപാടിയാണ്, ബ്രൂ ചെയ്യുന്നതും അത് മക്കകളിൽ വിളമ്പുന്നതൊക്കെ മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇവർക്ക് ഭയങ്കര പ്രശ്നം. അപ്പോൾ കോഫി കുടിക്കാൻ പറ്റുമോ? അങ്ങനെ അവരുടെ റബ്ബിമാര് കൊടുക്കുന്നത് എന്താ, മക്കളിൽ പോയിട്ട് കോഫി കുടിക്കാൻ പറ്റൂല, പക്ഷെ നിങ്ങള് സാധാ കുടിച്ചോടി. അപ്പോഴും ഇവർക്ക് കോഫിയെ ഒഴിവാക്കാൻ പറ്റാത്ത കോലത്തിലാണ്. ക്രിസ്ത്യൻസ് ആ സെൻസിൽ തന്നെയാണ്. ക്രിസ്ത്യൻസ് പറയുന്നത് മുആമറത്ത് തുർക്കിയിൽ തദ്മീറുൽ മസീഹ് എന്ന് വെച്ചാല് തുർക്കിഷ് ഒട്ടോമൻ സാമ്രാജ്യം അന്ന് വളരെ നിലവിലുള്ള കാലഘട്ടമാണ്. അപ്പൊ അന്ന് ഇവരെ കോളനൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ അടിച്ചമർത്താൻ ഉപയോഗിച്ചിരുന്ന ടൂളായിട്ടാണ് ഓല് കാണുന്നത്, ക്രിസ്ത്യാനികൾ കാണുന്നത്. അന്ന് ഓലും ഹറാമാക്കുന്നുണ്ട്. ഹറാം എന്ന് പറഞ്ഞാൽ ഓരോ നിയമപരമായിട്ട് ഇത് നിരോധിക്കുന്നുണ്ട്. ആ നാടുകളിലൊക്കെ അവരുടെ പോപ്പ് ഇത് നിരോധിക്കുന്നുണ്ട്. പിന്നീട് അത് നമ്മളെ പോലെ തന്നെ ഹലാലാവുന്നുണ്ട്. അതായത് ഇവിടെ നിന്ന് തുടങ്ങി എത്തിയോപ്യയിൽ നിന്ന് തുടങ്ങി ഇവിടെ വരെ എത്തി, പിന്നെ കൊളോണിയലിസം വഴി അത് പലയിടത്തേക്ക് എത്തി, പിന്നെ അതിന്റെ ഒരു സ്ലേവറിയുമായി. അതായത് പിന്നെ അതുപോലെ തന്നെ ഇത് ഇങ്ങനെ യൂറോപ്പിൽ ഇങ്ങനെ പറയുന്നുണ്ട് പെന്നി യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ കോഫി ഹൗസിനെ പറയപ്പെടുന്ന ഇപ്പോൾ പേരാണ് പെന്നി യൂണിവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്താണ് കോഫി ഹൗസിൽ പല ചർച്ചകൾ നടക്കും, ഫിലോസഫിക്കലായിട്ടും ഫ്രഞ്ച് റവല്യൂഷന്റെ വോൾട്ടയർ മോണ്ടസ്ക്യൂ നമ്മൾ 10 പഠിച്ചിരുന്നില്ലേ, റൂസോ ഈ വർഷം പഠിച്ചു. ഓർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ഈ കോഫി. പല ചർച്ചകളും കാര്യങ്ങളൊക്കെ കോഫി ഹൗസ് ബേസ്ഡ് ആയിട്ടാണ് നടക്കുക. നമ്മളെ നാട്ടില് കോഫിക്ക് നമ്മൾ ഈ കഹുവ പോലെ തന്നെ പരിപാടികളൊക്കെ അല്ലേ, മലബാറിൽ കുറച്ച് കൾച്ചറല്ലേ ചുക്കാപ്പിന്റെ അറിയാം വെച്ചാല് മെയിനായിട്ട് ഈ മൗലൂദിന്റെ ടൈമിലൊക്കെ ചുക്കാപ്പിയാണ് സെർവ് ചെയ്യുക കല്യാണത്തിന്. അതുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു ആരാധന ഒക്കെ റിലേറ്റഡ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതുണ്ടല്ലോ റിലീജിയസ് ആയിട്ടുള്ള ഇതിൽ മൗലൂദ് പോലെ എൻ്റെ നാട്ടിലൊക്കെ വെച്ചാൽ നമ്മളെ റഹ്മാനി പള്ളിയുണ്ട്. പള്ളിയിൽ എങ്ങനെ വെച്ചാൽ അവസാനത്തെ 10 ഈത്തിക്കാഫ് ഇരിക്കാൻ വരില്ല. അപ്പം ആരെങ്കിലും ഒരാൾ ഈ ചുക്കാപ്പി കൊണ്ടുവരും. എന്നിട്ട് അന്ന് അതിനാണ് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, പക്ഷെ കുറേ ഒന്നും കുടിക്കാൻ പറ്റില്ല. അതാണ്ട് അത് കുടിക്കാനായിട്ട് കുറേ നേരം അവിടെ കാത്തുക്കും, അത് കൊണ്ടുവരാൻ കുറേ ഖുറാനോ ഇത് കൊണ്ടുവരാൻ കാത്തുക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇത് നമ്മളൊരു ഡെയിലുള്ള കൾച്ചറായിട്ട് പറയുന്നത്. നമ്മളെ നാട്ടിൽ എനിക്ക് തോന്നുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ
ഈ കോഫി ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ കുടിച്ച്, പക്ഷേ ഈ ടേസ്റ്റിനേക്കാളും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അരോമ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇപ്പോൾ ഗ്ലാസ്സാണ് ഇതിന് ഏറ്റവും, ഈ കോഫീൻ്റെ ഏറ്റവും നല്ല എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്ലാസ്, നല്ലൊരു സ്ട്രോ, സ്റ്റാൻഡേർഡുള്ളൊരു സാധനം എന്നാണ് ഇതിനെ കാണുന്നത്. അതേപോലെ തന്നെ നമ്മളെ നാട്ടിൽ കോഫിനേക്കാളും ആൾക്കാർക്ക് ഇഷ്ടം കോഫി വിളമ്പുന്ന സ്ഥലങ്ങളാണ്. നല്ല കഫേ, നല്ല ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടാൻ പറ്റിയ സ്ഥലങ്ങൾ. ചിലപ്പോൾ കോഫിക്ക് 200 അല്ല, ഞാൻ അതിൻ്റെ ഒരു പ്രൈമറി ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഇപ്രാവശ്യം ഡൽഹിക്ക് വരുമ്പോൾ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഒരു കോഫി വാങ്ങി. അപ്പോൾ ഞാൻ ജീവിതത്തിൽ കുടിച്ച ഏറ്റവും വേസ്റ്റ് കോഫിയാണത്. അതിൽ എത്ര മധുരം ഇട്ടിട്ടും മധുരം വരുന്നില്ല, ഒരു ടേസ്റ്റും ഇല്ല. പക്ഷെ അതിന് 320 റുപ്യാണ്. അപ്പോൾ അതാണ് നമുക്ക് 320 റുപ്യ. അപ്പോൾ ആ കോഫി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറഞ്ഞാൽ അതിൻ്റെ ഒരു അരോമ, ഒന്നാമത് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു എസ്തെറ്റിക്സ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ എപ്പോഴും കോഫി കുടിക്കുന്നുണ്ട്, ഞാൻ ഇരുന്ന് ആലോചിച്ച് നോക്കി ശരിക്കും എനിക്ക് കോഫി ഇഷ്ടമാണോ. അപ്പോൾ അതിൻ്റെ മധുരമൊക്കെ ഉണ്ടെങ്കിൽ ചായ പോലെ എനിക്കും ഇഷ്ടമാണ്, സ്വാഭാവികമായിട്ടുള്ളൊരു ഇഷ്ടമുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കിഷ്ടം എന്താണെന്ന് വെച്ചാൽ കോഫി കുടിക്കുന്ന ആളാവാൻ ഇഷ്ടം, അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാവാൻ ഇഷ്ടമാണ്, കോഫി ഇഷ്ടപ്പെടുന്ന ആളാവാൻ ഇഷ്ടമാണ്. അങ്ങനെ കോഫീൻ്റെ ടേസ്റ്റ് അല്ല, അതുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന ഒരുപാട് സാധനമുണ്ട്. അപ്പോൾ അതാവാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞാനൊക്കെ അങ്ങനെയാണ്. എനിക്ക് തോന്നിയ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ കോഫി ഇഷ്ടപ്പെടുന്ന സ്റ്റോറി ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ശരിക്കും അത് കോഫിനോടുള്ള അഡിക്ഷൻ അല്ല, കോഫിന്റെ എസ്തെറ്റിക്സിനോടുള്ള അഡിക്ഷനാണ്. അത് കാണിക്കാൻ നമ്മളെപ്പോഴും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് നമ്മളെപ്പോഴും പറയില്ല ഒരു കഫേ ഇട്ടാലോ. കഫേ എന്ന് പറയുമ്പോൾ എന്താ, ഉപ്പ് കഫേ. അപ്പൊ അതെല്ലാവർക്കും ഉള്ള മൈൻഡാണ്, കഫേ ഇടുക, കോഫി ഷോപ്പ് തുടങ്ങുക. ഇതിപ്പോ പറഞ്ഞാലേ വെച്ചാല് നമ്മളിപ്പോ പെർഫ്യൂമിന്റെ ഷോപ്പിലൊക്കെ പോയാല് നമുക്ക് കോഫി ബീൻസ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു ഇവരെന്തിനാ ഇതിങ്ങനെ വെക്കുന്നത്. പിന്നെ ഞാൻ ചോദിച്ചു ഒരു പ്രാവശ്യം ഇതെന്തിനാ വെച്ചാൽ, അതെന്ന് വെച്ചാൽ നമ്മൾ പെർഫ്യൂം ഷോപ്പിൽ പോയി നമ്മൾ 2-3 ഐഡിയൊക്കെ അടിച്ച് 2-3 പെർഫ്യൂം അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ഒരേപോലെ തോന്നാം. അപ്പോൾ ഇത് നമ്മളെ ഈ എന്താണ് റെസ്പിറേറ്ററി എന്താ ഇതിന് പറയാം, ഇത് ഈ നോസ്ട്രിൽ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലെൻസിങ് പാലറ്റ് എന്നാണ് പറയാം ഈ കോഫി ബീൻസിന്. എന്നുവെച്ചാൽ നമ്മൾ സ്മെല്ല് ചെയ്യുമ്പോൾ നമ്മൾ അതിലുള്ള സ്മെല്ലൊക്കെ വലിച്ചെടുത്തിട്ട് എന്താണ് നമുക്ക് പുതിയ പെർഫ്യൂം അല്ലെങ്കിൽ അത്ര ഉപയോഗിക്കും. പല പായസം കുടിക്കുമ്പോൾ അതെ അതന്നെ. അപ്പോൾ നമുക്ക് എന്താണ് പുതിയ നല്ല സ്മെല്ല് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഈ പെർഫ്യൂം ഷോപ്പിലൊക്കെ കോഫി ബീൻസ് ഉപയോഗിക്കുന്നത് ചില്ലറ സാധനം. ഞാനും വളരെ റീസെൻ്റ്ലി ആണ് ഇതൊക്കെ, അതായത് ഇപ്പോൾ കോഫി ഓർ ചായ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ചായ പ്രിഫർ ചെയ്യും. പക്ഷേ ചായയിൽ എനിക്ക് ചായ കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കണം, നല്ല കടുപ്പോ അതൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ കോഫിയാണ്. നമ്മളവിടെ സിസിത്തെ കോഫിയിൽ ഒരു പൗഡർ, അതാണ് അതിന്റെ മെയിൻ സാധനം. പൗഡറിൽ എനിക്ക് തീരെ ഇഷ്ടമല്ല സാധനം. ചിലർക്ക് ചായ തീരെ പറ്റൂല, എന്നാലും അവര് കോഫി കുടിക്കുകയും ചെയ്യും. ഇപ്പൊ ഈ പ്രേമലേഖനത്തിന് സാറാമ്മക്ക് കാപ്പി ഇഷ്ടം, കേശവന്നാർക്ക് ചായ ഇഷ്ടം, കേശവന്നാര് ചായയും കുടിച്ച് സാറാമ്മ കാപ്പിയും കുടിച്ച്. വേറെന്താ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഇങ്ങനെ ഇരിക്കണം. എന്തായാലും ഈ വിഷയങ്ങൾ ഇങ്ങനെ നമുക്കൊരു സംസാരം എന്തായാലും അതിൻ്റെ ഇടയിൽ എപ്പിസോഡുകൾ വരണം. എനിക്ക് പേഴ്സണലി കൂടുതൽ വായിക്കും പഠിക്കാനും തോന്നുന്നില്ല. മറ്റേത് ഇതിൽ തന്നെ വേറെ എന്തൊക്കെ റെഫറൻസ് നമ്മൾ തൊടാത്ത ഒരുപാട് എലമെന്റുകൾ ഉണ്ടാവും. ആൾക്കാർ അത് പറഞ്ഞുതരാ, നമുക്ക് വായിക്കാനുള്ള ഒരു ചാൻസ് ആവട്ടെ. ഇപ്പൊ ഈ കോഫിന്റെ സീനാണ്, നമ്മൾക്ക് അറിയാത്ത ഏതൊക്കെയോ ഏരിയാസ് ഇനി ഉണ്ടാവും. നമ്മൾ വളരെ ചെറിയൊരു ടൈം സ്പാനിൽ വായിക്കുന്നതും പഠിക്കുന്നൊക്കെ ആണല്ലോ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് അറിയുന്ന കോഫി. അല്ലാഹു അലം, നിങ്ങൾക്ക് അറിയുന്ന കോഫി പറഞ്ഞു കമന്റിൽ ഉപയോഗിക്കും. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും.